ആ ഇല്ല ഇല്ല, ഇപ്പൊ തുടങ്ങും. നമ്മൾ ലൈവ് ആകാൻ പോകണം ഇത്തവണ. തുടങ്ങിയാലോ? റെഡി ആയിക്കോട്ടെ. മൈക്ക് ഓഫാണ്. Ready? Yeah. Right. So, ഞാൻ ലൈവ് ഫാസ്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. So you can share that. Yeah. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. Okay, shall we start then? Shall we start then? ഫസ്റ്റ് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. വളരെ വളരെ നാളുകൾക്ക് ശേഷം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിലുള്ള പരിചയം തുടങ്ങുന്ന ഒരു 3 വർഷം, ഏകദേശം 3 വർഷമായി. ഒരുപക്ഷെ വീട്ടിലുള്ളവര് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവഴിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ആവറേജ് ഒരു വിദേശ മലയാളി അവരുടെ കുടുംബാംഗങ്ങളോട് ചെലവഴിക്കുന്ന ഒരു പക്ഷേ ഒരു 3 മണിക്കൂർ 2 മണിക്കൂറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ. അല്ല, അതിൽ ഇത്രയും മണിക്കൂറുകളാണ് നമ്മൾ പലരും, ഒരു വലിയ സമൂഹം, എനിക്ക് തോന്നുന്ന ഒരു ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു 10,000-ത്തിന് അടുത്ത് വരുന്ന മലയാളി സമൂഹം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാൾ മൂളുന്നതിന്റെ ടോൺ വരെ മനസ്സിലാക്കാൻ പറ്റും, ആ രീതിയിൽ പരിചയം. എന്നാലും ഇങ്ങനെ ഈ ഒരു മാധ്യമത്തിൽ കൂടെ താങ്കൾക്ക് അറിയാവുന്ന പോലെ ഈ ധർമ്മദീപ്തി എന്ന് പറയുന്ന ഈ മീഡിയം, അല്ലെങ്കിൽ അജി പോൾ എന്നാണ് എല്ലാവരെങ്കിലും അറിയായിരിക്കും. എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമാണ് എന്നെ പരിചയമുള്ളൂ. ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റോ അങ്ങനെയൊന്നുള്ള ആളല്ല. എന്നാലും താങ്കളെ പരിചയപ്പെട്ടത് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2021 എനിക്കൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാൾ അയച്ചു, ഈ മലങ്കര സഭാതർക്കത്തെ പറ്റി ഷിബു പിടേക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത ഒരു പോസ്റ്റ്. അപ്പൊ എനിക്ക് താങ്കളെ അറിയില്ല, അന്ന് ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞാൽ തീർത്തും അറിയില്ല. അപ്പൊ ഞാൻ ആ പോസ്റ്റ് ഇത് ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ ആ പോസ്റ്റ് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ചെങ്കിലും കണ്ട ഈ നിങ്ങളൊന്നും നന്നാവ് എന്നുള്ള രീതിയിൽ. കാരണം ഇത് എന്നെ സംബന്ധിച്ചൊരു വൈകാരിക പ്രശ്നമായതുകൊണ്ടും കൂടിയാണ് ഇത് അങ്ങനെ ഞാൻ ഇട്ടത്. കാരണം ഈ സമുദായത്തെയും ഇവിടെയുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ സഭാതർക്കങ്ങളിൽ വളരെ ഒബ്ജക്റ്റീവായിട്ട് എടുത്ത നിലപാടായിട്ടാണ് അന്ന്, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപദേശപരമായ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അതിലൊരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്ന് എനിക്ക് ആ നിരീക്ഷണത്തിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ അതൊന്ന് ഫോർവേഡ് ചെയ്തത്. ഏതായാലും സ്വാഗതം. താങ്കൾക്ക്
ആ ആളെ തന്നെ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കിട്ടി. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിലവിലെ സാഹചര്യത്തെ പറ്റി ഷിബു പിടിക്കലിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. മൈക്ക് മ്യൂട്ടാണ്. ഫസ്റ്റ് മൈക്ക് മ്യൂട്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൈവശാസ്ത്ര സംബന്ധമായിട്ടുള്ള ചർച്ചകള്, പ്രബോധനങ്ങള് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ സുറിയാനി സഭയുടെ ഇപ്പൊ നമുക്കറിയാം ഏൻഷ്യന്റ് തിയോളജിക്കൽ സ്ട്രീം 3 എണ്ണമാണുള്ളത്. 1 സുറിയാനി സ്ട്രീം, 2 ഗ്രീക്ക് സ്ട്രീം, 3 ലാറ്റിൻ സ്ട്രീം. ഇതാണ് ഏൻഷ്യൻ സ്ട്രീംസ് എന്ന് പറയുന്നത്. ഏൻഷ്യൻ സ്ട്രീംസ് ഓഫ് തിയോളജി 3 അപ്പൊ ഈ സുറിയാനി സഭയുടെ തിയോളജി ആൻഡ് ലിറ്റർജി ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ സുറിയാനി തിയോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട അതിൻ്റെ എക്ലീഷിയോളജി വരുന്നു. അപ്പോൾ ആ എക്ലീഷിയോളജി ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഈ മലങ്കര സഭാ കേസ് ഇഴപിരിഞ്ഞാണ് കിടക്കുന്നത്. അത് ഭൗതിക സമ്പത്തിനെ സംബന്ധിച്ചാണ് പ്രത്യക്ഷത്തിൽ കേസെങ്കിലും അതിനകത്ത് ഒരു അണ്ടർലൈങ് ഫാക്ടറായിട്ട് ഈ എക്ലീഷിയോളജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മലങ്കര സഭാ തർക്കത്തെ പറ്റി അഭിപ്രായം പറയുന്നത്. അല്ലാതെ മലങ്കരയിലെ ഈ കോളേജ് തൊട്ട് കോഴിക്കോട് വരെയുള്ള ഭൗതിക സ്വത്തിനെ പറ്റി എനിക്ക് ഒരു അഭിപ്രായമില്ല. ആ കാര്യത്തിൽ തർക്കവുമില്ല. അത് ആരെങ്കിലും എടുക്കട്ടെ. പക്ഷെ അതിൻ്റെ എക്ലീഷിയോളജിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ഞാൻ ഒരു എഴുത്ത് വായിക്കാം. എഴുത്തല്ല, ഒരു ബുക്കിന്റെ ഒരു പോർഷനാണ് അത്. ഈ ബുക്ക് എന്താണ് സത്യം എന്ന് കാണാമെന്നറിയില്ല. എന്താണ് സത്യം കണ്ടിരുന്നോ? ബുക്ക് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ബുക്ക് കാണാം കണ്ടു. എന്താണ് സത്യം എന്നുള്ള പോർഷനിൽ നിന്നാണ് ഇത് വായിക്കുന്നത്. അധ്യായം 8, യാക്കോബിൻ വേദവിപരീതവും പിളർപ്പും. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഭാഷ്യം. ഞാൻ ഒരു കാര്യം കൂടി ഇത് വായിക്കുന്നതിന് മുമ്പ് പറയാം. കുടുംബപരമായിട്ട് ഞങ്ങള് യാക്കോബായക്കാരാണ്. ഈ പറഞ്ഞ ഈ സഭാതർക്കത്തിൽ ധാരാളം അടി കൊടുക്കുകയും കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ സഭയിലെ മൂപ്പന് ഒരു 5, അതാണ് എൻ്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡയലോഗ് ചെയ്യാൻ പോകണം. അപ്പൊ എന്താണ് ഈ വിഷയം ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മള് വരുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പം ഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോ പക്ഷെ ഈ മെത്രാൻ കക്ഷി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ആളുകളുടെ കാഴ്ചപ്പാടില് എനിക്ക് തോന്നുന്നത് ഈ നിലവിൽ എൻ്റെ ഓർമ്മ വെച്ച് പിന്നെയാണ് ഈ കക്ഷി വഴക്ക് ഇത്രയും ശക്തമായിട്ട് മാറി. ഞാൻ എൻ്റെ അമ്മ വീട് വാളത്താണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ അമ്മ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു സൺഡേ സ്കൂൾ കെട്ടിടം പണി തീരാതെ ഇപ്പോഴും കിടക്കുന്നു. അതിന്റെ കാരണം ഈ സഭകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ വിഭാഗങ്ങൾ തമ്മിൽ ഐക്യതയായിരുന്ന സമയത്ത് വാങ്ങി വെച്ച ഒരു പ്രോപ്പർട്ടി, ഈ സഭാതർക്കം അതിപ്പോഴും അവിടെ നമ്മൾ പോകുന്ന വഴി കാണാം. അത് നിത്യസ്മാരകമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, പണി തരാത്ത വീട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാണുന്നതാണ്. ഞാനെപ്പോഴും പൊതുവെ യാക്കോബായ ആർഗ്യുമെന്റ്സ് ആണ് കേട്ടിട്ടുള്ളൂ. എന്നാൽ ഞാനിതൊന്ന് നിങ്ങളുടെ ഇതിനു വേണ്ടി ഒന്ന് വായിക്കാം. ഈ സഭാതർക്കങ്ങളെല്ലാം ഏകദേശം പരിഹരിച്ച സമയം നമുക്കറിയാവുന്ന ബസേലിയസ് ഔഗേൻ പ്രഥമന് ഒരു കാതോലിക്ക സ്ഥാനം കൊടുത്തതിന് ശേഷം ഈ പാത്രിയർക്കീസിന്റെ ഒരു എഴുത്ത് ലഭിച്ചിട്ടുണ്ട്. 1970 ജൂൺ മാസം 27-ാം തീയതി പാത്രിയർക്കീസ് ഒപ്പിട്ട കത്തില് പ്രധാന ആശയങ്ങൾ, ഞാനിത് വായിക്കുവാണ്, എൻ്റെ ആശയങ്ങളല്ല, ഞാനിത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. 1, മാർത്തോമാ ശ്ലീഹ പുരോഹിതനല്ല,
2, മാർത്തോമാ സ്ലീഹയ്ക്ക് സിംഹാസനമില്ല. മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനം എന്ന പ്രയോഗം കാത്തോലിക്കോസ് ഉപേക്ഷിക്കണം. ഇതിന് അവർ പറയാണ്, നസ്രാണിയുടെ ആത്മാഭിമാനത്തെ തലമുറയായി അവൻ പുലർത്തിക്കൊണ്ടിരുന്ന തോമാ അവബോധത്തെയാണ് പാത്രിയർക്കീസ് ഒരു കൽപ്പനയിലൂടെ ഇല്ലാതാക്കാൻ നോക്കിയത്. അപ്പൊ ഇതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭാഷയിൽ കുപ്രസിദ്ധമായി തീർന്ന മലങ്കരയിലെ സഭാന്തരീക്ഷത്തെ നശിപ്പിച്ച കത്ത് എന്ന് പറയുന്ന ഈ കത്തിതാണ്. ഇതേ വാദം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ശ്രീ ഷിബു പിഴയ്ക്കലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പൗരോഹിത്യമില്ല. ഇത് പലരും എങ്ങനെയാ കേട്ടതെന്ന് എനിക്കല്ല. ഞാനിത് കേട്ടപ്പോൾ ഇതിനോട് ചേർന്നാണ് ഞാൻ കേട്ടത്. പൗരോഹിത്യമില്ല, പട്ടത്വമാണുള്ളത്. അതെന്താണ് നിങ്ങൾ ഈ പറഞ്ഞു? ഈ കത്തിനോടും നിങ്ങളുടെ ആശയത്തോടും ഒന്ന് സമരസപ്പെടുത്താം. ഞാനതൊരു തർക്കത്തിന് ചോദിക്കുന്നതല്ല. ഒരു ഓർത്തഡോക്സുകാരന് ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു പഴയ യാക്കോബക്കാരൻ ചോദിക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. അതേ, ഈ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് 203 നമ്പർ കൽപ്പന. ഈ 203 നമ്പർ കൽപ്പന എന്നാണ് അതിനെ ഇവര് വിളിക്കുന്നത്. ഇത് പാത്രിയർക്കീസ് ബാവ ഒരു കൽപ്പന അയച്ചതല്ല. ആദ്യത്തെ വിഷയമാണ്. ഇത് പേഴ്സണൽ ലെറ്ററാണ്. ഔഗൻ ബാവയ്ക്ക് വ്യക്തിപരമായിട്ട് അവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ അയച്ച ഒരു കത്ത് ദുരുദ്ദേശപരമായി പുറത്തേക്ക് അയച്ചതാണ്. അതായത് ഈ പറഞ്ഞ മലങ്കര സഭാമക്കൾക്കെല്ലാം വേണ്ടി വായിക്കാൻ അവരെ അഡ്രസ്സ് ചെയ്തിട്ട് അയച്ചൊരു കൽപ്പനയല്ല. ഇറ്റ് വാസ് എ പേഴ്സണൽ ലെറ്റർ. അത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ ക്ലബ് ഹൗസിലൊക്കെ പതിവായിട്ട് വന്നിരിക്കുന്ന ഒരാൾ ഈ പാത്രിയർക്കീസ് ബാവ ഞാൻ കണ്ടിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പേഴ്സണലി ഒരു ലേഷർ ടൈമിൽ ഷെയർ ചെയ്തപ്പം അദ്ദേഹം ഞാൻ ഫോട്ടോ എനിക്കൊന്ന് തരാം, എനിക്കൊന്ന് കാണാനാ. അപ്പോൾ ഞാൻ പറഞ്ഞത് പുറത്തൊന്നും ഷെയർ ചെയ്യരുത്, കാരണം ഞാനത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനങ്ങനെ പല പ്രധാനപ്പെട്ട ബിഷപ്പുമാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ചിത്രങ്ങൾ എന്തിലുണ്ട്. ഞാനിതൊന്നും അങ്ങനെ ഫേസ്ബുക്കിൽ ഇടുവോ ഷെയർ ചെയ്യുകയോ ചെയ്യത്തില്ല. അപ്പം അതിനകത്തുല്യ ഒരർത്ഥം ഞാൻ കാണുന്നു. അപ്പം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തിട്ട് നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ പടം വളരെ വികലമായ ആക്ഷേപകരമായ അടിക്കുറിപ്പോടുകൂടെ പ്രസിദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ടു മൈ പ്രൈവസി. അതൊരു വയലേഷനാണ്. അമേരിക്കയിൽ ഇറ്റ്സ് എ സീരിയസ് ഓഫൻസ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ ടി വിയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു മിനിമം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഓർത്താണ് ഞാനത് കൊടുത്തത്. അമേരിക്കയിൽ ഒരു പിച്ചക്കാരൻ പോലും അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ത് ചെയ്യത്തില്ല, ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു നിലവാരം പോലും ഇല്ല. അത് ഈ ഓർത്തഡോക്സുകാർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് പാത്രിയർക്കീസ് പേഴ്സണലായിട്ട് അയച്ച കത്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് ഇതാ നോക്കൂ എന്ന് പറഞ്ഞു. ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്ലീഷ്യോളജി ഈ പല സഭയ്ക്കും, ഇപ്പം ബ്രദറൻ സഭയ്ക്ക് ഒരു എക്ലീഷ്യോളജി ഉണ്ട്, നിങ്ങളുടെ യുവർ ഓൺ എക്ലീഷ്യോളജി ഉണ്ട്. കാരണം സഭാവിജ്ഞാനി എന്നാണ് അതിന് മലയാളം പറയുന്നത്. ഈ സഭ എന്താണ്, ഈ സഭയുടെ അടിസ്ഥാനം എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉപദേശമുണ്ട്. അതുപോലെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സിന്, ഈസ്റ്റേൺ ഓർത്തഡോക്സിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട്, കാത്തലിക് ചർച്ചിന് അവരുടെ എക്ലീഷ്യോളജി ഉണ്ട്. അതുകൊണ്ട് സുറിയാനി സഭയ്ക്ക് സുറിയാനി സഭയുടേതായ സ്വന്തം എക്ലീഷ്യോളജി ഉണ്ട്. ആ എക്ലീഷ്യോളജി അനുസരിച്ച് തോമായ്ക്ക് കൊഹനൂസ കിട്ടിയിട്ടില്ല. ഈ സെയിന്റ് തോമസ് എന്ന് പറയുന്ന ശിഷ്യന് കൊഹനൂസ കിട്ടിയിട്ടില്ല. അത് ഈ കൊഹനൂസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു കർത്താവ് അവരുടെ മേൽ ഊതി, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങളത് നിർത്തുന്നെങ്കിൽ നിർത്തപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു കൊഹനൂസ കൊടുക്കുന്ന 20-ാം അധ്യായത്തിലാണ്. കോഹൻ എന്ന് പറഞ്ഞാൽ പുരോഹിതനായിട്ടോ ഹീബ്രുവിൽ, കൊഹനൂസ എന്നാണ് സുറിയാനി പറഞ്ഞ പൗരോഹിത്യം എന്നാണ്. അപ്പോൾ പൗരോഹിത്യം കൊടുക്കുക, പുരോഹിത ശുശ്രൂഷ പാപമോചനമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പാപമോചനം അധികാരം. അതായത് പഴയ നിമിത്തം നമ്മൾ കാണാം യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് ഈ ജനങ്ങളുടെ പാപം മോചിക്കാനാണല്ലോ. അപ്പോൾ ഈ പൗരോഹിത്യം പാപമോചനമാണ്. അപ്പോൾ പാപം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്ന യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. ആ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. അതില്ലായിരുന്നു മാത്രമല്ല, യോഹന്നാൻ ശ്ലീഹ അത് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്, തോമാസ് അവിടെ ഇല്ലായിരുന്നെന്ന്. നിങ്ങൾക്ക് ബൈബിൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ബ്രദറൻ സഭക്കാരനാകുമ്പം
ബൈബിൾ ആണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പം ബൈബിളിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് യാഥാർത്ഥ്യം. അത് തന്നെയല്ല, ഈ സുറിയാനി സഭയുടെ ഹേവറ ആഴ്ചയുണ്ട്. ഈ ഹേവറ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വാരം എന്ന് പറയും, വെണ്മയുടെ വാരം. അത് പെന്തക്കോസ്തി കഴിയുമ്പോൾ ഒരാഴ്ച ഹേവറയാണ്. ഈ ഒരാഴ്ചയാണ് പഴയ കാലത്ത് ഈ മാമോദിസ മുഴുവൻ നടക്കുന്നത്. വാർഷികമായിട്ട് എല്ലാവർക്കും ഈ മാമോദിസയെ സംബന്ധിച്ച് ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തിയ ആളുകൾ ഒരുമിച്ചാണ് മാമോദിസ നടത്തുന്നത് വാർഷികമായിട്ട്. അപ്പം അന്ന് എല്ലാവരും വെള്ളം ഇട്ട് ഒരാഴ്ച നടക്കുന്നു. ഇപ്പോൾ സുറിയാനി സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ ഹേവോറ ആഴ്ച 7 ദിവസം 7 പ്രുമിയോൻ സദറ വായിക്കും. ഈ പ്രുമിയോൻ സദറയ്ക്കകത്ത് 1-ാം ദിവസം ഈ തോമാസിന് പൗരോഹിത്യം കിട്ടിയില്ലെന്ന് ആ സെതറായി വായിക്കുന്നു. ഈ സെതറ സുറിയാനി ഭാഷയിൽ നിന്ന് അടുത്തിട ഔഗാൻ ബാവ തർജ്ജമ ചെയ്തിരുന്നു. ഔഗാൻ ബാവ ഹേവോറയുടെ സെതറ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതറിയാവുന്ന പാത്രിക്കീസാണ്. ഈ പശ്ചാത്തലത്തിലാണ്, അതായത് താങ്കളാണ് ഇത് തർജ്ജമ ചെയ്തത്, യു ഓൾറെഡി നോ ദിസ്. കാരണം ഇദ്ദേഹത്തിന് പൗരോഹിത്യം ഇല്ലെന്നുള്ള വാചകം തർജ്ജമ ചെയ്ത വ്യക്തിയോടാണ് ഈ കൊഹനൂസ ഇല്ലാത്ത ആൾക്ക് എങ്ങനെ സിംഹാസനം വരുമെന്ന് പാത്രിക്കീസ് ഒരു കത്തിൽ ചോദിച്ചേ. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ ഈ കത്ത് മാത്രം പുറത്തോട്ട് ലീക്ക് ചെയ്തിട്ട് പാത്രിക്കീസിനെ ഒരു കിരാതനായിട്ട് അവതരിപ്പിച്ച് പാത്രിക്കീസിനോടുള്ള വിരോധം മലങ്കരയിൽ ഉണ്ടാക്കുവാനാണ് ഇവർ ശ്രമിച്ചത്. കാരണം പൂർവികമായും തലമുറയായും പാത്രിക സിംഹാസനത്തോടുള്ള സ്നേഹഭക്തി ആദരവുകളും വിധേയത്വവും കാത്തു സൂക്ഷിക്കുന്ന മലങ്കര നസ്രാണികളുടെ ഇടയിൽ പാത്രിക്കീസിനെ ഒരു വിമതനും വിരുദ്ധനും തോമാവിരുദ്ധനും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു നടപടി. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പം ആ സെതറ വേണമെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്ത് വേണം കേൾപ്പിക്കാൻ. വളരെ, ഞാൻ അതാണ് ചോദിക്കാൻ വന്നിരുന്നത്. കാരണം നമ്മൾ രണ്ട് കാര്യം എനിക്ക് പറ്റുമെങ്കിൽ താങ്കൾ ഈ പറയുന്ന കത്തിന്റെ പൂർണ്ണ രൂപവും ഈ പറഞ്ഞ സെതറായും ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറ്റുമെങ്കിൽ ഇപ്പോൾ അതൊന്ന്, പാസ്റ്ററും ഇത് ലൈവ് വിടുന്നുണ്ടോ എനിക്കറിയില്ല, വിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ലെറ്ററിന്റെ മുഴുവൻ രൂപവും 203-ാം കൽപ്പനയാണ്. ഇപ്പൊ ഞാൻ റെഡി ആയിട്ട് വെച്ചിട്ടില്ല. ഓക്കെ, അത് പിന്നീട് ഇട്ടാൽ മതി. പ്ലേ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഷോർട്ട് ലെറ്റർ ആണ്. അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ: താങ്കൾ ഈ പ്രയോഗത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം ഇതാണ്. സാറ ഇത് കേട്ടോളൂ. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ഗുരുവാകുന്നു. എന്നെ വിശ്വസിപ്പിൻ. കഷ്ടതയും മരണവും സ്കീപ്പായും ഞാൻ സഹിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു. നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അവന് വറുത്തമീനും തേൻകട്ടയും നൽകി. അവരുടെ കൺമുമ്പിൽ വെച്ച് താൻ അത് സ്വീകരിച്ച് ഭക്ഷിച്ചു. തന്റെ ഉയർപ്പിനെ പറ്റി അവരെ ഉറപ്പിച്ചു. ഉയർപ്പിന് മുമ്പും അതിനുശേഷവും താൻ ഏത് ശരീരത്തിലിരുന്ന് ഭക്ഷിച്ചുവോ ആ നമ്മിൽ നിന്നെടുത്തതായ ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു. മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തന്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൽ ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു. തന്റെ മനുഷ്യത്വത്താൽ ചൂടുപിടിച്ചവരെ വറുത്ത മത്സ്യമെന്ന പോലെ ഉറപ്പിക്കുകയും തന്റെ ദൈവത്വത്തിൽ സംബന്ധപ്പെട്ടവരെ താൻ ഭക്ഷിച്ച തേന്റെ കട്ടയാൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ശ്ലൈഹിക വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണ മുഖാന്തരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുളി ചെയ്തു. പാപത്താൽ പഴുകിയിരുന്ന ലോകം മുഴുവനെയും ശിഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും അരുളി ചെയ്തു. ആചാരിത്വത്തിന്റെ ശ്രേഷ്ഠദാനത്തെ 10 സ്ലീഹന്മാരും ക്ലയോഫായും ലൂക്കോയുമാകുന്ന 2 അറിയിപ്പുകാരും ഉൾപ്പെടെ 12 പേർക്ക് നൽകി.
എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു, യൂദ നശിച്ചു പോയിരുന്നു. 12 എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ടായി എന്ന് വിളിക്കപ്പെടുന്ന തോമായോട് ശിഷ്യന്മാർ, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല. അവൻ മറുപടിയായി അവരോട്, അവന്റെ ആണിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ആചാര്യത്വത്തിന്റെ ശുശ്രൂഷയെ പാളയത്തിൽ താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വസിക്കുകയും അവർ പ്രവചിച്ച് തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും അതിനു പകരം സന്തോഷവും ആനന്ദവും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ സെദ്ര. അത് മുഴുവനില്ല, എൻ്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ആ സെദ്രായി പറയുന്നത്, പാളയത്തിൽ മെൽദാദും ഏതാദും 70 പേര് പർവ്വതത്തിലോട്ട് പോയി, 2 പേര് പാളയത്തിരുന്നു. ആ 2 പാളയത്തിരുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി. അതുപോലെ 12 ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലയോഫാവും എന്ന് പറഞ്ഞ 2 പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തു തന്നു. യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രെയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ, സുറിയാനി സഭയുടെ എക്ലീഷിയോളജി അതാണ്. അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൽപ്പന അയച്ചത്. അതിന് ഇവര് വേളം വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഹന്നാസ്ലീഹയുടെ സുവിശേഷം 20 യോഹന്നാസ്ലീഹയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നം? ഇത് സുറിയാനി സഭയുടെ പൊസിഷൻ വളരെ കേട്ടിടത്തോളം ക്ലിയർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ബൈബിളിന്റെ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ട് ബൈബിളിന് അല്പം വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. കാരണം പറഞ്ഞ പോലെ ഞാനൊരു 100% ബ്രദറുകാരനല്ല, താങ്കൾക്ക് അറിയാലോ. എന്നാൽ പോലും ബൈബിളാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ തീമോത്തിയോസിനെ നമ്മൾ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കാൻ തീമോത്തിയോസിന് അധികാരം ലഭിക്കുന്നുണ്ട്. പൗലോസ് അധികാരം തീമോത്തിയോസിനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്രൊട്ടസ്റ്റന്റ് വ്യൂ അവിടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ സഭാതർക്കമാണല്ലോ, അതിപ്പോ നമുക്ക് അത് അതിൻ്റെ അകത്ത് തന്നെ വരാം. സുറിയാനി സഭയുടെ കേട്ടിടത്തോളം വെച്ച് വളരെ പ്ലെയിൻ ആണ്. അത് ഐ തിങ്ക് ഡിസ്പ്യൂട്ടേ ഇല്ല. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ. ഈ പൗരോഹിത്യം എന്നത് ഈ അപ്പോസ്തലന്മാരിൽ നിന്ന് പിന്നീട് പല തലമുറയായി പൗരോഹിത്യം കിട്ടും. അല്ലാതെ ഇവർക്ക് മാത്രം പൗരോഹിത്യം എന്നല്ല. യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച കൊഹനൂസ ഈ 12 പേർക്ക് ഉള്ളെന്നാ. ട്രാൻസ്ഫേർഡ് കൊഹനൂസ പിന്നെ എല്ലാവർക്കും ഉണ്ട്. ആയിരക്കണക്കിന് പട്ടക്കാരല്ലേ വന്നിട്ടുള്ളൂ. അല്ലെ ഈ പൗരോഹിത്യം ഇവർക്ക് മാത്രമൊന്നല്ല. യേശു ക്രിസ്തുവിൽ നിന്ന് ആ പൗരോഹിത്യം, ആ കൊഹനൂസ കിട്ടിയത് ഇവർക്കാണ്. പിന്നെ ഇവരിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അതാണ് സഭയുടെ വിശ്വാസം. അതാണ് തിമോത്തിയോസിനൊക്കെ കിട്ടിയത്. ഇത് പിന്നെ ഞാൻ ഈ മറ്റേ പക്ഷത്തിന്റെ, അതായത് താങ്കളുടെ എതിർ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. സത്യത്തില് ഞാന് താങ്കളുടെ ലൈവ് കേട്ടിട്ട് ഏറ്റവും അധികം കൂടെ വിമർശിച്ചതും അതായത് എന്താണ് ആശയപരമായിട്ട് ആക്രമിച്ചതും യാക്കോബ പക്ഷത്തെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് ഇപ്പോഴും ഞാൻ അത് വായിച്ചിട്ട് കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ ലൈവ് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിമർശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തഡോക്സുകാരന്റെ കടയിൽ പോകരുത് എന്ന് പറയുന്നത്, അതിനെയൊക്കെ എതിർക്കുന്നത് യാക്കോബക്കാരെയാണ് നിങ്ങൾ അന്ന് ആ സമയത്ത് പിന്നീടും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഇത് വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്ത് വായിക്കാം. സിംഹാസനക്കാര്യം, അത് അപ്പോസ്തലത്വത്തിന്റെ ഒരു സൂചനയാണ്. ഒരു സ്ലീഹായും സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തിയിട്ടില്ല. കാരണം അവർക്ക് അതിന് സമയം, ഇതൊക്കെ ബ്രദറൻകാരൊക്കെ പറയുന്ന കാര്യമുണ്ട്, അവർക്ക് അതിന് സമയമില്ലായിരുന്നു. കല്ലേറും നീർച്ച വാളും കുരിശുമായിരുന്നു അവരുടെ സിംഹാസനം. എന്നാൽ അവർ ജാതികളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ സാക്ഷികളായി ലോകത്തെ അതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. തോമസ് ലീഹ AD 52 ഇവിടെ സുവിശേഷ പ്രചരണം നടത്തി. വിശ്വസിച്ചവരോ തങ്ങളുടെ ക്ഷേത്രം ഒരു പള്ളിയായി പരിവർത്തനം ചെയ്തു. സ്ലീഹ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ എന്നീ 4 കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെ അഭിഷേകം ചെയ്യുകയും. ഇന്ത്യൻ സുറിയാനി സഭ, പേജ് 38-39 വായിച്ചത്. ഈ പാത്രീക്കസിന്റെ കത്ത് വന്നതോടുകൂടി ഈ അന്തരീക്ഷം മൊത്തം മാറി. പാത്രീക്കസിന്റെ കത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് 10 എപ്പിസ്കോപ്പൽ സിനോദോസ് കൂടി. സിനോദോസിന്റെ നിശ്ചയപ്രകാരം കാതോലിക്കോസ് മറുപടിയും അയച്ചു. കലഹം സാവധാനം വ്യാപിക്കുകയായിരുന്നു. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പം. 1970s കാര്യമാണ് ഇപ്പം. 1970 ഡിസംബർ 31
ഈ 31 പോലും ഒരു അത്താനാസിയോസ് കാതോലിക്കയുടെയും മലങ്കര മെത്രാപ്പോലിത്തയുടെയും മത്യൂസ് അത്താനാസിയോസ് കാതോലിക്കയുടെയും മലങ്കര മെത്രാപ്പോലിത്തയുടെയും പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ത്യോക്യൻ സഭയുമായുള്ള ബന്ധം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്ന് നിയുക്ത കാതോലിക്ക പ്രഖ്യാപിച്ചു. ഈ സമയത്തെല്ലാം അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അവരുടെ വാദം ഇതാണ്: ഈ അസോസിയേഷൻ അവിടെ ഉണ്ട്, സാഹചര്യവശാൽ ഈ പറയുന്ന സോക്കോൾഡ് ഈ പാത്രിയർക്കി പക്ഷത്തിന് വേണ്ടുന്ന പ്രാതിനിധ്യം ലഭിച്ചില്ല. അവർക്ക് പല കാര്യങ്ങളും, ഇപ്പൊ സൺഡേ സ്കൂൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രതിനിധികൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവർക്ക് അത് ലഭിച്ചില്ല. അതുകൊണ്ട് ഉണ്ടായ കൊതിക്കറുവാണ് ഇതിന്റെ കാരണം എന്നാണ് ഈ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി? അതായത് ഇതിനു മുമ്പ് ഈ നിയുക്ത കാതോലിക്ക പ്രസ്താവിക്കുന്ന സമയത്ത് ഒരു അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് ഇവരുടെ കൂടെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരാണെന്നാണ് അവര് തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എവിടെ വെച്ചാണ് ഇത് പൊളിഞ്ഞത്? 1964 ഈ കാതോലിക്ക വാഴ്ച നടക്കുന്നത്. യാക്കൂബ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് ഈ കാതോലിക്ക വാഴ്ച കോട്ടയത്ത് വെച്ച് നടത്തുന്നത്. പിന്നീട് യാക്കൂബ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് ഈ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന കോപ്റ്റിക് സഭയുടെ പോപ്പ് ഷെനോഡ, അത് വലിയൊരു തിയോളജിനാണ്. പോപ്പ് ഷെനോഡയെ വാഴിക്കുന്നു ഈ യാക്കൂബ് തൃതീയനാണ്. എന്ന് പറഞ്ഞാൽ യാക്കൂബ് തൃതീയൻ അതുപോലെ ഓറിയന്റൽ ഓർത്തഡോക്സ് ഏറ്റവും പ്രമുഖനായ പാത്രിയാർക്കീസായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ കോട്ടയത്ത് വന്ന് ഇദ്ദേഹത്തെ വാഴിച്ചപ്പോൾ അദ്ദേഹത്തെ അന്ത്യോക്യൻ സഭയുടെ കാതോലിക്കായിട്ടാണ് വാഴിച്ചത്. അന്ത്യോക്യൻ സഭയുടെ കാതോലിക്കായിട്ട് വാഴിക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുത്തുക എന്നുള്ള. ഈ സഭയുടെ വിശ്വാസത്തിൽ പത്രോസിന്റെ സിംഹാസനത്തിൽ പാത്രിക്കീസ് മാത്രമല്ല ഇരിക്കുന്നത്, കാതോലിക്കോസും കാതോലിക്കായും പത്രോസിന്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു. ഈ കാതോലിക്കായുടെ താഴെയുള്ള ബിഷപ്പുമാരും പത്രോസിന്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു. ഈ പത്രോസിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഒരു സീറ്റല്ല, ഒരാൾ മാത്രം ഇരിക്കുന്ന ഒരു സീറ്റല്ല, മറിച്ച് അതൊരു അധികാരമാണ്. ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 1-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. പീഠം സിംഗിളാണ്, പക്ഷെ അതിലിരിക്കുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും. എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ പീഠമല്ല. അതുപോലെയാണ് പത്രോസിന്റെ സിംഹാസനം. എന്നിട്ട് കാതോലിക്ക സ്ഥാനം സ്വീകരിച്ചതിന് ശേഷം ഈ ഔഗേം ബാവയുടെ ഒരു പ്രസംഗമുണ്ട്. അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വായിക്കണം. കാരണം കാതോലിക്ക സ്ഥാനം സ്വീകരിച്ചിട്ട് ഔഗേം ബാവയുടെ പ്രസംഗത്തിൽ ഔഗേം ബാവ പറയുന്നുണ്ട്, തോമായുടെ സിംഹാസനത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചത് പത്രോസിന്റെ സിംഹാസനമാണ്. എന്ന് പറഞ്ഞാൽ തോമായുടെ സിംഹാസനം എന്നത് കഴിഞ്ഞ 912 മുതൽ ഇവർ പറഞ്ഞ അബദ്ധത്തെ തിരസ്കരിച്ചുകൊണ്ട് ഔഗേം ബാവ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ വളരെ സന്തോഷചിത്തനാണ്, ഞാനും പത്രോസിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഈ കാതോലിക്കായും പത്രോസിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ദൈവശാസ്ത്രപരമായ ബോധ്യം ഈ യാക്കൂബ് തൃതീയൻ പാത്രിയാർക്കീസ് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും അതൊരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ കാതോലിക്കേറ്റ് എന്നുള്ള പേര് തന്നെ ഈ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ കാതോലിക്കേറ്റ് എന്നുള്ള പേരാണോ കുറച്ചുകൂടെ നല്ലത്, മഫ്രിയാനൈറ്റ് എന്നുള്ള പേരാണോ നല്ലത്? മഫ്രിയാനൈറ്റ് ആണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഈ കൗൺസിൽ ഓഫ് കഫർത്തൂത്ത എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ്, അതിൻ്റെ അകത്ത് കാനൻ ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. ഈ പ്രശ്നം അറിയാലോ. അതായത് ചർച്ചിലെ ഫെബ്രുവരി 1869 ജോൺ 4-ാമൻ വെച്ചിട്ടുള്ള എന്താ ഒരു ടൈപ്പ് ഒരു സീസ് ഫയർ ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് പറഞ്ഞു സമാധാന സന്ധി ഉടമ്പടിയോ ഒക്കെ പറയുന്ന മ്യൂച്വൽ റിലേഷൻസിനെ ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് ബാരബ്രായ 13-ാം സെഞ്ചുറിയില് തിരിച്ചെടുത്ത് നമ്മൾ അറിയാവുന്ന പോലെ ഈ ഹുദായ കാനോൻ അല്ലെ, കുത്തുബോ ഹുദായെ അല്ലെ, ഹുദായ കാനോൻ എന്നാണല്ലോ അതിന്റെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. The bishops and the monks in Mar Matthias monastery should submit. ഇത് ഞാനിപ്പോ authentic ആയിട്ട് എടുക്കണ്ട, നിങ്ങൾക്ക് if you have any corrections you can tell me. Bishops and the monks in Mar Matthias monastery should submit to and obey the Mafrian whose seat is in Tigris. അത് നമുക്കറിയാവുന്ന പോലെ ഇറാഖിലുള്ള ഇതാണ്. പക്ഷെ ഈ മഫ്രിയാനേറ്റിന്റെ അധികാരങ്ങൾ അവിടെ പറയുന്നുണ്ട്. The patriarch should not interfere in the administration of the church in Tigris unless
when invited. In the same way, the Mafrian should not interfere in the patriarchal seat. When the Mafrian present along with the Patriarch of Antioch, he should be seated immediately at the right. That's Pastor പറഞ്ഞാൽ. Immediately at the right hand of the Patriarch. The name of the Mafrian shall be mentioned immediately after that of Patriarch in the liturgy, and he should receive Holy Kurbano after the Patriarch. When a Mafrian is alive, അത് ശ്രദ്ധിക്കുക, അതായത് ഒരു മഫ്രിയാൻ ജീവിച്ചിരിക്കുമ്പോൾ a patriarch should not be instilled without his concurrence. അതായത് പാട്രിയാർക്കീസിനെ പിന്നെ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ലൈക്ക് വിത്തൗട്ട് അദ്ദേഹത്തിന്റെ കൺകറൻസ് ഇല്ലാതെ ചെയ്യരുത്. The Orientals shall have the right to install the Mafrian by themselves. ഓറിയന്റൽസിന് അവരുടെ മഫ്രിയാനെ തങ്ങളെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. ഇതിങ്ങനെ താഴ്ത്തു വരികയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ ഔഗേൻ ബാവയെ എന്താണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മുടക്കി എന്ന് പറയുന്നു. ഇത് ആ ഉടമ്പടി അനുസരിച്ച്, ഈ പറഞ്ഞ ഹൂദായ കാനോൻ അനുസരിച്ച് മ്യൂച്വൽ എക്സ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഓറിയന്റൽസ് ആൻഡ് ദ ആന്റിയോക്കിയൻസ് ഷാൽ ബി വിഡ്രോൺ. അത് ഡിസൈസീവ് ആയിട്ട് അറിയില്ല, അവർ പറയുന്നത് ഷാൽ ബി എന്നാണ് പറയുന്നത്. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഒരു ഇതായിട്ട് എടുക്കുന്നത്. എ ഫൈനൽ ഡിസിഷൻ വാസ് ടേക്കൺ അബൌട്ട് ദ 3 ബിഷപ്പ്. അത് വേറെ ഭരണപരമായ കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബിഷപ്പ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ മഫ്രിയൻ ഷാൽ ഓൾസോ ബി കൺസിഡർഡ് ആസ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ പാർട്ടി. ഇതാണ് ഹൂദായ കാനോൻ റീഇൻസ്റ്റേറ്റ് ചെയ്ത 13th സെഞ്ചുറിയിലെ ഹൂദായ കാനോൻ റീഇൻസ്റ്റേറ്റ് ചെയ്ത കൗൺസിൽ ഓഫ് കഫർത്തൂത്ത എന്ന് പറയുന്ന കൗൺസിലിന്റെ കാര്യം. അപ്പൊ ഇത് ഐ തിങ്ക് ഇത് രണ്ടു കൂട്ടരെയും ഒരു പരിധി വരെ അല്പം പ്രശ്നത്തിലാക്കുന്നുണ്ട്. എന്താണ് പാസ്റ്റർക്ക് ഇതിനെ, എനിക്കറിയാം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്, എന്താണ് ഇത് രണ്ടു കൂട്ടരും അല്പം പ്രതിരോധത്തിലാവുന്ന ഒരു സ്ഥലമല്ലേ ഇവിടെ? പാസ്റ്റർ മൈക്ക് മ്യൂട്ടാണ്, മൈക്ക് മ്യൂട്ട്. സോറി, അതങ്ങനെയില്ല. അത് ഈ ആക്ച്വലി അധികാരം കൊടുക്കുന്നത് പാത്രിക്കീസാണ്. ഈ കാതോലിക്കായുടെ ജൂറിസ്ഡിക്ഷനിൽ, പാത്രിക്കീസിന്റെ ജൂറിസ്ഡിക്ഷനിൽ കാതോലിക്കായ പോയി വാഴ്ച നടത്തരുത്, കാതോലിക്കായുടെ ജൂറിസ്ഡിക്ഷനിൽ പാത്രിക്കീസ് വാഴ്ച നടത്തരുത് എന്ന് പറയുമ്പോൾ അധികാരപരമായിട്ടുള്ള ഒരു ധാരണ എന്നേ ഉള്ളൂ. സ്റ്റിൽ പാത്രിക്കീസിന്റെ അധികാരങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. അത് പാത്രിക്കീസ് ഒരു അധികാരം കൊടുക്കുന്നത് തൻ്റെ അധികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല. അത് ഈ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട്, ന്യായവിധി എല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിതാവ് ഒരിക്കലും ചെറുതായി പോകുന്നോ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ലൂസായി പോകുന്നോ ഇല്ല. അതുപോലെയാണ് ഈ സർവാധികാരം കൊടുക്കുന്ന ഒരു സ്ഥാനമായിട്ട് കാതോലിക്കറ്റിനെ ഉയർത്തുമ്പോൾ തന്നെ ആ ഉയർത്തിയവൻ അപ്പോഴും വലിയവൻ തന്നെയാണ്. അപ്പൊ അതാണ് ഈ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഫങ്ഷണൽ ആയിട്ട് നമ്മൾ നോക്കുമ്പം ഒരു സബോർഡിനേഷൻ ഉണ്ട് അവിടെ, ഫങ്ഷണൽ സബോർഡിനേഷൻ. ഓണ്ടോളജിക്കലി ദർ ഇസ് നോ സബോർഡിനേഷൻ, ദേ ആർ ഈക്വൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാത്രിക്കീസും കാതോലിക്കായും ഈക്വൽസ് ആണെന്ന് പറഞ്ഞാൽ ദേ ആർ ഈക്വൽ. ഇപ്പൊ ഞാൻ ഈ ഒരിക്കൽ ഈ പാത്രിക്കീസുമായി കണ്ടപ്പോൾ ഈ സഭാതർക്കം രൂക്ഷമായിരുന്ന ഈ പള്ളിപിടുത്തമൊക്കെ, ഈ പിറവം പള്ളിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഞാൻ പാത്രിക്കീസുമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നമ്മുടെ പൗലൂസ് ദ്വിതീയൻ ബാവ ഈക്വൽ ആയിട്ടാണോ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഷുവർ ഹീസ് മൈ ബ്രദർ. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് ഉറപ്പായിട്ടും ഈക്വൽ ആണ്, കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും ഈക്വൽ ആയിട്ടോ. എന്നിട്ട് പുള്ളി ചിരിച്ചോണ്ട് ചോദിച്ചു, വൈ നോട്ട്, ഹീസ് മൈ ബ്രദർ, വി ആർ ഈക്വൽ. കാരണം ഇത് ഈക്വൽ ആണ്. അതെവിടെയാണ്? ഈ ഓണ്ടോളജിക്കൽ ഇക്വാളിറ്റി ഈസ് ദെയർ ആൻഡ് ആക്സിയോളജിക്കൽ ഇക്വാളിറ്റി ഈസ് ദെയർ, ബട്ട് ഫങ്ഷണലി പിതാവ് പുത്രനേക്കാൾ ഒരു ഹയർ സ്റ്റാറ്റസിൽ. നമ്മൾ 1 Corinthians 15 വായിക്കുമ്പം ഈ രാജ്യം മുഴുവൻ യഥാസ്ഥാനത്താക്കിയിട്ട് പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ഫങ്ഷണൽ സബോർഡിനേഷൻ ഈസ് ദെയർ. അതുകൊണ്ടാണ് ഫസ്റ്റ് എമംഗ് ഈക്വൽസ്, അതായത് സമന്മാരിൽ മുമ്പൻ. പക്ഷേ ഈ ഈസ്റ്റേൺ തിയോളജിനെ വെസ്റ്റേൺ തിയോളജി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയോളജിക്കൽ ഡിഫറൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്, ഈ ഫങ്ഷണൽ അല്ലേ? പലർക്കും അറിയില്ല. എന്റെ കൂടെ സഹകരിക്കുന്ന പലരും വെസ്റ്റേൺ പിന്നെ ദൈവശാസ്ത്രത്തെ ലീൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു വലിയ വ്യത്യാസമുള്ള പേഴ്സണലി ഞാൻ കാണുന്ന ഒരു ഏരിയ ആണ്. അത് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. അത് ഇലയ്ക്കും മുള്ളിനും അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല, ഒരു യോർക്കർ ബോൾ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ വളരെ നന്നായിട്ട് ടക്ക് ചെയ്തു. കാരണം ഇതാണ് ഈ ഇപ്പൊ ബാക്കി ഇപ്പൊ 1600-ലെയോ അല്ലെങ്കിൽ 17-18 നൂറ്റാണ്ടിലെ പ്രശ്നങ്ങളോ കുളന്തുരുത്തി സുനോസൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല. ഞാൻ
ലൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ 1964 തൊട്ട് അല്ലെങ്കിൽ 1970കളിലുള്ള പ്രശ്നമാണ് നമ്മളിപ്പോ ഡീൽ ചെയ്യുന്നത്. അതല്ലാതെ നിലവില് വേറെ രീതിയിൽ നമ്മളിപ്പോ ഇതാണെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഈ നമ്മൾ കത്തോലിക്ക സഭയുടെ ഒരു സിസ്റ്റമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ പെട്ടത്, ഈ നമ്മുടെ ഓഡിയൻസിന്റെ എല്ലാം മനസ്സിൽ തന്നെ. അതൊരു സ്തൂപികാഗ്ര നേതൃത്വമാണ്, പിരമിഡിക്കൽ ലീഡർഷിപ്പാണ്. ഈ പിരമിഡിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ഏറ്റവും ടോപ്പ് ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇൻഫാലിബിൾ ആണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഓർത്തഡോക്സിയില് അങ്ങനെ ഒരു പിരമിഡിക്കൽ സിസ്റ്റം അല്ല. ഈ ബിഷപ്പ് കൗൺസിലിനാണ് അധികാരമുള്ളത്. ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് അധികാരത്തിൽ ഇപ്പം പാത്രിക്കീസുമാരെ മുടക്കിയിട്ടുള്ള സഭയാണ് സുറിയാനി സഭ. പാത്രിക്കീസുമാരെ പുറത്താക്കിയിട്ടുണ്ട്. പാത്രിക്കീസുമാരെ പുറത്താക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും കാത്തലിക് കോൺസെപ്റ്റ് അങ്ങനെ ഇല്ല. കാരണം വൺസ് പോപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സർവാധിശത്വവും പരമാധികാരവും പ്രാപിച്ച് ഏറ്റവും ടോപ്പിൽ, ഈ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ വരികയാണ്. അപ്പം ഒരു സർക്കുലർ ലീഡർഷിപ്പാണ് ഓർത്തഡോക്സിയിൽ, അല്ല പിരമിഡിക്കൽ ലീഡർഷിപ്പ് അല്ല. പക്ഷേ ആ പാത്രിക സ്ഥാനത്തെ ഓണർ ചെയ്യും, ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നുള്ള രീതിയിൽ ഓണർ ചെയ്യും. അപ്പൊ ഇവിടെ ആ ഒരു ഓണറിങ് ആണ് കുറഞ്ഞു പോയത്. കാരണം ഈ ഒരു സിംഹാസനമേ ഉള്ളൂ. കാരണം സഭ ഒന്നാണ്, ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമാണ് ഈ സഭയെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുമ്പോൾ ഇന്ത്യൻ സഭ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നുള്ള ഇത് പലരും ഇതിന്റെ അപകടം മനസ്സിലാകുന്നില്ല. സഭ ഇന്ത്യൻ ആകത്തില്ല. നാഷണൽ ചർച്ച് എന്നുള്ളത് പൂർവിക വിശ്വാസ പ്രമാണത്തിനെതിരാണ്. കാരണം സഭ ഒരിക്കലും നാഷണൽ അല്ല, യൂണിവേഴ്സൽ ആണ്. അതാണ് കാതോലികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഏറ്റു പറയുന്നത്. ചർച്ച് ഈസ് യൂണിവേഴ്സൽ. ഈ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞവരാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെയാണ് യാക്കോബ് എഴുതുന്നത്. കാരണം ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ഏൻഷ്യന്റ് ഫെയ്ത്ത്. ഇപ്പൊ നാഷണാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഭൗതിക ബൗണ്ടറികളെ നമ്മൾ അംഗീകരിക്കണം എന്നാവും. അപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടായത് 1947 ആണ്. അത് ലൈക്ക് വെരി ഫണ്ണിയാണ് അത്. കാരണം 1934 ഉണ്ടായിരിക്കുന്ന ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ കേസ് വാദിക്കുന്ന ഒരു കാഴ്ചപ്പാടിലോട്ട് വരികയും അതിനുശേഷം അത് ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വളരെ, ഞാനിതൊരു എന്താണ് പറഞ്ഞത്, ഒരു ഓർത്തഡോക്സുകാരന്റെ കണ്ണിൽ കൂടെ ഇതൊന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഇതൊരു തുടർ ചർച്ചയാണ് കേട്ടോ പാസ്റ്റർ. നമ്മളിത് ഇവിടെ വെച്ച് നിർത്തരുത്. കാരണം ഈ ദിവസങ്ങളിൽ എപ്പോഴും ഈ സത്യം പറയുന്ന ആളുകള്, നിങ്ങൾ പറയുന്ന മുഴുവൻ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒത്തിരി, എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒത്തിരി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പേഴ്സണൽ കൺവിക്ഷനാണ്. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ സത്യം പറയാൻ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് അല്ലല്ലോ. അത് പലപ്പോഴും ആപേക്ഷികമായിട്ടല്ലേ അനുഭവപ്പെടുന്നത്, പ്രത്യക്ഷപ്പെടും. അപ്പൊ അത് ഞാനത് അംഗീകരിക്കുന്നു. അപ്പൊ നമുക്ക് ഇപ്പോ ഞാനത് പറഞ്ഞ കാര്യം തുറന്നു പറയണമല്ലോ. അപ്പൊ നമ്മളെല്ലാം ഈ സത്യം പറയുന്ന ആളുകൾ എപ്പോഴും ഒറ്റപ്പെടുന്നുണ്ട്, ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നിലവിലത്തെ സാഹചര്യത്തില് ഈ ആദ്യം തുടങ്ങിയപ്പോ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങള് കത്തോലിക്കര് മേടിച്ചു, ഇനി അടുത്തത് മേടിക്കാനുള്ള ഓർത്തഡോക്സുകാരാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം ബ്രദറന്മാർക്ക് പ്രവചനപരം ഇല്ലെന്ന് പറയുന്നത്. അതെ. എനിക്ക് ഞാനപ്പോ എന്റെ അടുത്ത് ഒരു നമ്മുടെ അജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ഞാൻ പേര് പറയുന്നതിൽ വിഷമിക്കരുത്, കാരണം പുള്ളി ഭയങ്കരമായിട്ട് റിയലി ആംഗ്രി. പുള്ളി പറഞ്ഞ്, എന്താണ് നിങ്ങൾ പറഞ്ഞ പോലെ പ്രവചനമല്ല, ഇതൊരു കോമൺ സെൻസ് ആണ്. കാരണം ഈ നമ്മൾ പറയാം, ഒരു വണ്ടി ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ സൈക്കിളുണ്ട്, അതിന്റെ പാത്തിൽ പോണേനെല്ലാം എടുത്തോണ്ട് പോകും. അപ്പൊ നമുക്കറിയാം അത് എങ്ങോട്ട് ഏത് വഴിക്കാ പോണേന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഷിബു പീഡിയക്കില് പിന്നെ സത്യത്തിൽ ഓർത്തഡോക്സുകാരെ ആക്രമിക്കുക എന്നുള്ളത് എനിക്കത് ഫണ്ണിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൽ എത്രയോ മടങ്ങ് ആക്രമിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന യാക്കോബായ വിഭാഗത്തെ എന്നുള്ളത് പേഴ്സണലി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. എനിക്ക് ഒരാൾ അയച്ചു, ഈ വീഡിയോ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എന്റെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞത്, കരഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനകത്ത് താങ്കൾക്കെതിരെ ആരോപണം, വളരെ ശക്തമായ ഒരു ആരോപണം വന്നു. ഈ നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന കാതോലിക്ക എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കാതോലിക്ക എന്നാണ് പറയേണ്ടത്, മഫ്രിയാൻ, ഐ ഡോണ്ട് നോ. അത് നിങ്ങളൊരു കൺഫ്യൂഷനിൽ ഇരിക്കരുത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക ഫാസ്റ്റ്. അത് മുമ്പോട്ട് പോകണം. ഈ മഫ്രിയാനേറ്റ് എന്നുള്ള വാക്കല്ലേ കുറച്ചുകൂടി, കാതോലിക്ക എന്ന് പറയുന്നത് ഈ നെസ്തോറിയൻ പാരമ്പര്യത്തിന്റെ ഒരു ബാക്കി. അതായത് ഈ ഒരു പൂർവികമായിട്ടുള്ള ഒരു ബിഷപ്പ് സ്ഥാനമാണ് പേർഷ്യ. അത് ഈ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. പേർഷ്യയും റോമൻ സാമ്രാജ്യവും ശത്രുതയിലായിരുന്നു.
അപ്പൊ പേർഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബിഷപ്പ് സ്ഥാനമാണ് ഈ പറഞ്ഞ സെലൂക്യയിലെ ബിഷപ്പിന് വാഴിക്കുന്ന അന്ത്യോക്യന്നായിരുന്നു. പിന്നെ ജെറുസലേമിൽ നിന്നും വാഴിക്കുമായിരുന്നു. അപ്പൊ ഒരിക്കൽ അന്ത്യോക്യായി പട്ടം മേടിക്കാൻ വേണ്ടി 2 പേര് പോകുമ്പോൾ ഇവർ പേർഷ്യൻ ചാരന്മാരാണെന്നുള്ള ധാരണയിൽ റോമക്കാർ ഇവരെ ആക്രമിച്ചു. അപ്പൊ അതിൽ ഒരു പട്ടക്കാരൻ കൊല്ലപ്പെട്ടു. മറ്റേ പട്ടക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ജെറുസലേമിൽ പോയി. അപ്പൊ ജെറുസലേമിൽ പോയി പിന്നെ മെത്രാൻ സ്ഥാനം മേടിക്കാൻ. അപ്പൊ ജെറുസലേമിലെ സഭയ്ക്ക് ഭയങ്കര മനസ്സലിവ് ഉണ്ടായി. കാരണം ഇവർ ജീവൻ റിസ്ക് ചെയ്താണ് ഈ പട്ടം മേടിക്കാൻ വരുന്നത്. അപ്പൊ അവര് ഇദ്ദേഹത്തിന് ഈ സുസ്താത്തിക്കോൻ എന്നാ പറയുന്നത് അധികാരപത്രം. അപ്രാവശ്യം ഇദ്ദേഹത്തെ മെത്രാനാക്കിയിട്ട് സുസ്താത്തിക്കോൻ കൊടുത്തപ്പം ഇദ്ദേഹത്തിന് മെത്രാന്മാരെ വാഴിക്കാനുള്ള അധികാരം കൂടെ എഴുതി കൊടുത്തു. അതെനിക്ക് തോന്നുന്നു AD 230 മറ്റാണ്. ഈ സുസ്താത്തിക്കോന്റെ കൂടെ ഇതുകൂടെ ചേർത്തു എന്ന് പറഞ്ഞ് ഇനി മെത്രാനെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ ബൗണ്ടറി കടന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഈ റോമൻ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് വരണ്ട. കാരണം ഒരു അച്ഛൻ കൊല്ലപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇത് ഒരു കാതോലിക്കേറ്റായി മാറി ഈ സെലൂക്യയിൽ. അത് AD 230. പിന്നെ 120 കൊല്ലം കഴിയുമ്പോഴാണ് 110 കൊല്ലം കഴിയുമ്പോഴാണ് നിക്കിയ സുന്നോദോസ് വരുന്നത്. നിക്കിയ സുന്നോദോസ് വരുമ്പോഴേക്കും ഈ സിംഹാസനങ്ങളെ പറ്റിയുള്ള തീരുമാനമെല്ലാം വന്നപ്പോൾ ഈ സെലൂക്യയിലെ കാതോലിക്കേറ്റിനെ റെക്കഗ്നൈസ് ചെയ്തു. അതിൻ്റെ മെത്രാനെ വാഴിക്കാനുള്ള അവകാശത്തെ ശരിവെച്ചു ഒപ്പിട്ടു. കാരണം ഇത് 2 സാമ്രാജ്യമാണ്, അപ്പൊ റിസ്ക് അല്ലേ. നിക്കിയ സുന്നോദോസും കൂടെ അംഗീകരിച്ചുകൂടെ ഉറപ്പേറിയ ഒരു കാതോലിക്കേറ്റായിരുന്നു സെലൂക്യയിൽ. പക്ഷെ നെസ്തോർ വന്നു കഴിഞ്ഞപ്പോൾ നെസ്തോറിനിസം പ്രചരിച്ച് ക്രമേണ 5-ാം നൂറ്റാണ്ടിൽ ഈ സെലൂക്യയിലെ സിംഹാസനം നെസ്തോറിനായിപ്പോയി. പേർഷ്യയിലുള്ള സുറിയാനി സത്യവിശ്വാസി, അതായത് മിയാഫൈസിറ്റിസം വിശ്വസിക്കുന്ന വിശ്വാസികളെ നയിക്കാനും ഒന്നും, കാരണം അവർ നെസ്തോറിനായതുകൊണ്ട് തിഗ്രീസിലൊരു മഫ്രിയാനറ്റ് സ്ഥാപിച്ചു. അപ്പൊ ഓപ്പോസിറ്റ് ഈ കാതോലിക്കേറ്റിന് ബദലായിട്ടാണ് ഈ മഫ്രിയാനറ്റ് വെക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇന്റർചേഞ്ചബിളി കാതോലിക്കേറ്റ് എന്ന് വിളിച്ചു പോകുന്നു. കാരണം ആ കാതോലിക്കേറ്റിന് പകരമാണല്ലോ ഈ അധികാര കേന്ദ്രം വന്ന്, അതുകൊണ്ട് ഇതിനെയും കാതോലിക്കേറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ കാതോലിക്കോസ് എന്നുള്ള വിളിയും ഇതിന് വന്നു. മഫ്രിയാനറ്റിനെയാണ് ഈ കാതോലിക്കോസ് എന്ന് വിളിച്ചത്. പക്ഷെ ഒറിജിനലി ആ കാതോലിക്കേറ്റ് നെസ്തോറിന്റെ ആ കാതോലിക്കേറ്റാണ്. ഇത് സുറിയാനി സഭയുടെ തിഗ്രീസിലെ കാതോലിക്കേറ്റായിരുന്നു. ഈ തിഗ്രീസിലെ കാതോലിക്കേറ്റ് റദ്ദ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ കാതോലിക്കേറ്റാണ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചത്. ദാറ്റ് മീൻസ് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ഒരു കീഴ്സ്ഥാനിയാണ് ഈ തിഗ്രീസിലെ കാതോലിക്കേറ്റ്. പക്ഷേ പേർഷ്യയിലെ കാതോലിക്കേറ്റ് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴ്സ്ഥാനി അല്ലായിരുന്നു, അത് സ്വതന്ത്ര കാതോലിക്കേറ്റായിരുന്നു. ഈ പേർഷ്യയിലെ സെലൂക്യയിലെ സ്വതന്ത്ര കാതോലിക്കേറ്റാണ് മലങ്കരയിൽ വന്നിരിക്കുന്നതെന്നാണ് ഇവർ വ്യാജം പറഞ്ഞു വരുത്തുന്നത്. മനസ്സിലായോ? പക്ഷെ യഥാർത്ഥത്തിൽ മലങ്കരയിൽ വന്ന് തിഗ്രീസിലെ കാതോലിക്കേറ്റാ, അത് സബോർഡിനേറ്റ് പൊസിഷനാ. അതിന് എന്തെങ്കിലും ചരിത്രപരമായ രേഖകൾ? ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ക്ലബ് ഹൗസിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും ഈ വളരെ രസകരമായും വളരെ കോമഡിപരമായ ഒരു കാര്യമാണ് ഈ നിങ്ങളുടെ പിതാക്കന്മാര് നെസ്തോറിയന്മാരാണ് എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ റോമൻ കത്തോലിക്ക എന്ന് പറയുന്നത് ലാറ്റിൻ കത്തോലിക്ക ചരിത്രകാരന്മാരുടെ വാദങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഓർത്തഡോക്സുകാർ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാര് നെസ്തോറിയന്മാരായിരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ രസകരമാണ്. കാരണം ഇത്രയും നാള് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പിതാക്കന്മാര്, ഞാൻ കൊട്ടേഷനിൽ ഇടാം, പാഷാണ്ടികളായിരുന്നു എന്ന് വളരെ പ്രൗഢമായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് പിന്നെ ഇതിലും ഭേദം ഈ എന്താണ് പറയണത്, സ്വന്തം പിതാക്കന്മാരെ പാഷാണ്ടികളും ദുരുപദേശാക്കന്മാരും ആക്കിയാൽ പോലും, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണെങ്കിൽ പോലും, നമ്മുടെ കാരണന്മാർ ശരിയല്ല എന്ന് പറഞ്ഞാൽ പോലും സ്വത്ത് കിട്ടിയാൽ മതി എന്ന് ഉള്ള രീതിയിലോട്ട് പോകും. അത് വളരെ തെറ്റായ ഒരു പുസ്തകം പോലെ എനിക്ക് തോന്നി. ഞാൻ ഇതിന്റെ കക്ഷിയല്ല, എന്നാൽ പോലും എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പാസ്റ്ററുടെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. അത് ഈ കാതോലിക്ക, ഒന്നാമത്തെ കാതോലിക്ക ഈ മുറിമറ്റത്തിൽ പൗലോസ് ബാവയാണ്. 1912 അദ്ദേഹത്തെയാണ് വാഴിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഈ അബ്ദുൽ മസീഹ വന്ന് വാഴിച്ചു എന്ന്, നിരണം പള്ളിയിൽ വെച്ച് വാഴിച്ചു എന്ന് പറയുന്ന വിവാദപരമായ കാതോലിക്കേറ്റ് വാഴ്ച. ഈ കാതോലിക്കേറ്റ് വാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ച ആളാണ് പിന്നീട് മലങ്കര സഭാഭാസുരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ദീവന്നാസ്യോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ഒരു വട്ടശ്ശേരി ദീവന്നാസ്യോസ് തിരുമേനിയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത്. പക്ഷേ ഈ കാതോലിക്കേറ്റ് വാഴ്ച നടത്താൻ വേണ്ടി ഇവരെല്ലാം കൂടെ
നെരണംപള്ളിയിലോട്ട് പോകുമ്പോൾ മട്ടശ്ശേരി തിരുമേനി ചെങ്ങന്നൂപ്പള്ളി വിശ്രമിച്ച് പോയില്ല. പേഴ്സണലി ഹി ഡിഡിൻ പാർട്ടിസിപ്പേറ്റ്. കാരണം ഇത് ശരിയായ വാഴ്ചയല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പോയില്ല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ വാഴ്ചയ്ക്ക് ശേഷം 6 മാസത്തിനകം, ഈ 6 മാസമേ അദ്ദേഹം ആ സീറ്റിൽ ഇരുന്നുള്ളൂ. പിറവത്തിന് സമീപം ഒരു തോട്ടിൽ കൂടെ ഒരു വള്ളത്തെ പോകുന്ന സമയത്ത് പകല് തന്നെ പട്ടാപ്പകൽ ഒരു ഇടിവെട്ടി അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു. 6 മാസം ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 12 വർഷം ഈ കാതോലിക്ക സിംഹാസനം ഒഴിഞ്ഞു കിടന്നു. മലങ്കരയിൽ ഒരുത്തനും ധൈര്യപ്പെട്ടില്ല ആ സീറ്റിൽ കയറിയിരിക്കാൻ. കാരണം ഇത് പാത്രിക സിംഹാസനത്തിനെതിരായിട്ട് ചെയ്ത ഒരു വാഴ്ചയാണെന്നും, അത് തന്നെ ഇവിടുന്ന് വാഴ്ചച്ച് പോയ ഈ മുൻ പാത്രികീസ് അവിടെ പോയിട്ട് കത്തോലിക്കരുടെ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു തിരിഞ്ഞു. കാരണം ഇവർ വാഴ്ചയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം വളരെ ദരിദ്രനായിപ്പോയി. അവിടെ ചെന്നപ്പോൾ സുറിയാനിക്കാരുടെ അടുത്തോട്ട് പോകാൻ ഇദ്ദേഹത്തിന് ഭയങ്കരമായ വൈമനസ്യം. കാരണം പാത്രികീസിന്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ഒരു കാതോലിക്ക വാഴ്ച നടത്തിയതുകൊണ്ട് ആ കുറ്റബോധവും ഇദ്ദേഹം ഒരു ഫക്കീറിനെ പോലെ അലഞ്ഞു നടന്നു. ഫക്കീർ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ എന്നാണ് ഇതിനെ നമ്മൾ ഇച്ചിരി ഭംഗിക്ക് അറബി ഭാഷയെ പറയുന്നത്. അദ്ദേഹം ഒരു കത്തോലിക്ക മടത്തിച്ചെന്നു ഭക്ഷണത്തിന് വേണ്ടി. അവര് മയങ്ങുന്ന മരുന്ന് കൊടുത്ത് ഇദ്ദേഹത്തെ മയക്കിയിട്ട് കഴുതപ്പുറത്ത് കയറ്റി പരിഹസിച്ച് വഴിയെ കൂടെ വിട്ടു. അങ്ങനെ അങ്ങേയറ്റം പരിഹാസ കോലമായിട്ട് വഴി കിടന്ന് മരിച്ചു. വാഴിച്ചവൻ അങ്ങനെ മരിച്ചു, വാഴിക്കപ്പെട്ടവൻ ഇങ്ങനെ മരിച്ചു. മലങ്കരയിൽ വലിയ പേടിയുണ്ടായി. 12 കൊല്ലത്തേക്ക് പിന്നെ ആരും ഈ കാതോലിക്കാന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല. ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇതിനെതിരെ വരുന്ന ചരിത്രവും കൂടെ ഞാനൊന്ന് പറയാം. കാരണം അതിപ്പോ നമ്മൾ വൺ സൈഡ് പറയാം. അതായത് ഈ ഖാലിദ് എന്ന് പറയുന്ന അറേബ്യൻ ചരിത്രകാരൻ, അദ്ദേഹം പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഈ അബ്ദുൾ മസീഹ പാത്രിയർക്കീസ്, ഇപ്പൊ ചിലർക്കെങ്കിലും അറിയായിരിക്കും. അതായത് അവിടെ ഉണ്ടായിരുന്ന വലിയ പീഡയില് 3-4 ലക്ഷം പേര് കൊല്ലപ്പെട്ടതിന്റെ കൂട്ടത്തില് സ്വന്തം കുടുംബാംഗങ്ങൾ മരിച്ച് അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ബാധിച്ചു എന്ന് പറയുന്ന ഈ പാത്രിയർക്കീസ് അല്ലെ, അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതേ പാത്രിയർക്കീസ് തിരിച്ചു ചെന്നു എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ നമ്മുടെ ഖാലിദിന്റെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ വീഡിയോ ഒരു മിനിറ്റ്, അതായത് ഇതിന്റെ വീഡിയോ തെളിവുകളൊന്നും നമുക്കില്ല. കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഉണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെ തിരിച്ചു ചെന്ന് അദ്ദേഹം സമാധാനത്തോടെ അരമനയിൽ അടങ്ങിയെന്നും പറയുന്ന ചരിത്രകാരനാണ് ഈ ഖാലിദ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇല്ല, ഖാലിദ് എന്നല്ല. അത് ഈ ഇദ്ദേഹത്തെ അവിടെ ഈ പാത്രിക കല്ലറയുണ്ട്. നമ്മൾ ഈ കുർക്കുമാദേറാലൊക്കെ ചെല്ലുമ്പോൾ ഈ പാത്രികീസുമാരെ അടക്കിയിരിക്കുന്ന നിരയുണ്ട്. ആ നിരയിലല്ല ഈ അബ്ദുൽ മസീഹ് പാത്രികീസിനെ അടക്കിയിരിക്കുന്ന റംബാമാരുടെ നിരയില്ല. ഇന്ന് കല്ലറ അവിടെ തെളിവനായിട്ടുണ്ട്. ഇനി ഇത് ഈ 12 കൊല്ലം ഇവിടെ കാതോലിക്ക സിംഹാസനം ഒഴിഞ്ഞു കിടന്നിട്ട് പിന്നെ ഈ വാകത്താനത്ത് വള്ളിക്കാട്ട് ബാവായെയാണ് പിന്നെ രണ്ടാമത് ഈ സ്ഥാനത്തേക്ക് കയറ്റുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കാതോലിക്കായിട്ട് തെരഞ്ഞെടുത്ത ഈ വള്ളിക്കാട്ട് ദേറായിലെ ബാവായുടെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തില് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വള്ളിക്കാട്ട് ബാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മലങ്കരയിലെ 2ാം കാതോലിക്ക. അദ്ദേഹത്തിന്റെ പ്രസംഗം വേണം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം അദ്ദേഹം പറയാണ്: കർത്താവിൽ പ്രിയമുള്ളവരെ, നാം കാതോലിക്ക സ്ഥാനം ഏറ്റതിന് ശേഷം ഈ മഹിമയേറിയ പട്ടണത്തെ സന്ദർശിക്കണമെന്നും ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കണമെന്നും കുറെ കാലം കൊണ്ട് ആശിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സാമുദായിക കലഹം കൊണ്ടും മറ്റും നമുക്കിതുവരെയും അതിന് അവസരവും ഭാഗ്യവും ഉണ്ടായില്ല. നാം റബ്ബാനായിരിക്കുമ്പോൾ 1085-ാം ആണ്ട് മഹാരാജാവ് തിരുമനസിനെ സന്ദർശിക്കുവാൻ ഇവിടെ വന്നിരുന്ന അബ്ദുള്ള പാത്രികീസും ഒരുമിച്ച് ഈ സ്ഥലത്ത് വരികയും ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്തിരുന്നു. അദ്ദേഹം മലങ്കര വിട്ടുപോയതിന് ശേഷം സഭയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കലഹവും കലാപവും ചണ്ടയും എന്തെല്ലാം വേണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രിയരെ, നമുക്കും ശീമയിലുള്ള നമ്മുടെ പിതാക്കന്മാരുമായിട്ട് യാതൊരു തരത്തിലുള്ള നീരസത്തിനോ മത്സരത്തിനോ വകയില്ലെന്ന് നാം അറിയിച്ചു കൊള്ളുന്നു. ദൈവികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അവകാശങ്ങളെ സ്ഥിരമായി സ്ഥാപിച്ചു കിട്ടേണ്ടതിന് വേണ്ടി പ്രയാസപ്പെടുക മാത്രമാകുന്നുവല്ലോ നാം ചെയ്യുന്നത്. പ്രിയരെ, കാതോലിക്ക സ്ഥാപനം പണ്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. മലങ്കരയുള്ള നമുക്ക് ഒരു കാതോലിക്ക തിഗ്രീസിലുണ്ടായിരുന്നു. ആ സ്ഥാപനത്തെ സഭ ന്യായാനുസരണം അനുവദിച്ചിട്ടുള്ളതുമായിരുന്നു. വിശുദ്ധ കുർബാന സമയത്ത് നാം മോർ ഇഗ്നാത്തിയോസിനെയും മാർ ബെസേലിയോസിനെയും മാർ ഗ്രിഗോറിയസിനെയും ഓർക്കുന്നുണ്ടല്ലോ. ഇതിൽ 2ാമത് മാർ ബെസേലിയോസ് എന്ന് പറയുന്നത് ആരെയാണ്? നമുക്ക് പണ്ടേ തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തിഗ്രീസിന്റെ 1ാമത്തെ കാതോലിക്ക ബാവ തിരുമനസ് കൊണ്ട് തന്നെയാണ്. ഇതുകൂടാതെ ഈ ബെസേലിയോസ് എന്ന് പറഞ്ഞാൽ തിഗ്രീസിലെ സ്ഥാനപ്പേരാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ബെസേലിയോസ് എന്ന് ഉപയോഗിക്കുന്നത്.
ഈ ബെസേലിയസ് എന്നുള്ള സ്ഥാനപ്പേര് ഒരിക്കലും നിങ്ങൾ ഈ സെലൂക്കിയയിലെ കാതോലിക്കന്മാരുടെ പട്ടി നോക്കി അവിടെ ബെസേലിയസ് ഇല്ല. അപ്പൊ ഞാൻ സെലൂക്കിയയിലെ ക്ലാരിഫൈ ചെയ്യാം. അതായത് ഈ നെസ്തോറിയൻ പാരമ്പര്യമാണ് എന്ന് പറയുന്ന ഇവർക്കുള്ള ഏറ്റവും വലിയ ഒരു തിരസ്കരണമാണ് ഈ സെലൂക്കിയയിൽ, അതായത് പാത്രികീസിന്റെ അണ്ടറിൽ വരുന്ന സെലൂക്കിയൻ പാരമ്പര്യത്തിൽ, പാത്രികീസിന്റെ അണ്ടറിലല്ല, സെലൂക്കിയൻ സ്വതന്ത്ര സ്വതന്ത്ര സഭയിൽ വരുന്ന, സോറി, പാത്രികീസിന്റെ അണ്ടറിലോ മറ്റേ അഫ്രിയൻ ഡിഗ്രീസാണ്. അപ്പൊ അതിൽ വരുന്ന ഈ ആളെ മെൻഷൻ ചെയ്യുന്നതിലൂടെ, ദുബ്ദനിൽ മെൻഷൻ ചെയ്യുന്നതിലൂടെ ഈ സഭ തന്നെ പറയുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് സിംഗിൾ ലൈവിലിരുന്ന് നമുക്കറിയാലേ, അടച്ചിട്ട മുറിയിരുന്ന് ആർക്കും പ്രസംഗിക്കാം. തിരിച്ചൊരു ചോദ്യം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു എന്താണ് പറഞ്ഞത് സത്യം, ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആർക്ക് ആദ്യം വന്ന് പറയുന്നത് സത്യമായിട്ട് തോന്നും, എതിർവാദം പറയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ ഈ ഓർത്തഡോക്സ് പക്ഷത്ത് നിന്ന് ആർക്കെങ്കിലും ഇത് അല്ല ശരിയെന്ന് പറയാനുള്ളവർക്കും ഇതുപോലെ ചർച്ചകൾ, മാന്യമായ ചർച്ചകളിൽ വന്നിരുന്ന് ഇതുപോലെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ അയർലൻഡിൽ നിന്നുള്ള ഒരു ജോർജ് അച്ഛനുണ്ട്. അദ്ദേഹത്തെ വേണേ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം വേണേ അജീബ് പോളിന്റെ വന്നിരുന്ന് ഓർത്തഡോക്സ് പക്ഷം പറയും. നല്ല അച്ഛനാ, കഴിവുള്ള അച്ഛനാ. പിന്നെ ഞാൻ പറഞ്ഞ എന്നാ അറിയും, എനിക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല, അവരും അവരുടെ അഭിപ്രായം പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. ഇതിനകത്ത് ഈ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യമാണ്, തിഗ്രീസിലെ കാതോലിക്കേറ്റാണ് മലങ്കരയിൽ സ്ഥാപിച്ചത് എന്ന് സുവ്യക്തമാണ്. കാരണം തിഗ്രീസിലെ സ്ഥാനപ്പേരാണ് ബെസേലിയോസ്. അതാ ഇന്നും ഒരു ബെസേലിയോസ് മാർത്തോമ എന്നാണ്, ബെസേലിയസ് എന്നാണ് വെക്കുന്നത്. നെസ്തോറിയൻ അല്ലെങ്കിൽ സെലൂക്കയിലെ കാതോലിക്കേറ്റാണ്, അത് ഈ ബെസേലിയസ് അല്ല, സെലൂക്കയിൽ. അതാണ് ഈ രണ്ടാം കാതോലിക്കയുടെ പ്രസംഗത്തിൽ പറയുന്നത്, പ്രിയരെ തിഗ്രീസിലെ കാതോലിക്കേറ്റാണിത്. തിഗ്രീസിലെ കാതോലിക്കേറ്റ് സംശയം കൂടാതെ പാത്രികീസിന്റെ കീഴ്സ്ഥാനിയാണ്, പാത്രികീസിൻ്റെതാണ് ആ തിഗ്രീസിലെ കാതോലിക്കേറ്റ്. മറ്റേ സെലൂക്കിയിലെ കാതോലിക്കേറ്റാണ് സ്വതന്ത്ര കാതോലിക്കേറ്റ്. എന്നിട്ട് ഇവർ ഈ കാതോലിക്കേറ്റ് എന്നുള്ള ടേമിനെ ഈ സാധാരണ ആളുകൾക്ക് ഇത് ഇത്ര പരിചയമില്ലാത്തതുകൊണ്ട്, നോക്കൂ അവിടെ കാതോലിക്കേറ്റ് ഉണ്ട്, അത് സ്വതന്ത്ര കാതോലിക്കേറ്റാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഈ ഇരിക്കുന്നതെന്നും പറയുകയാണ്. ഈ സ്വതന്ത്ര കാതോലിക്കേറ്റിനെ പുനഃസ്ഥാപിക്കാനുള്ള അധികാരം പാത്രികീസിന് ഇല്ല. കാരണം അത് പാത്രികീസിന്റെ കീഴിലുള്ള അല്ലായിരുന്നു. പിന്നെ എങ്ങനെ അതേ അത് ഇവിടെ സ്ഥാപിക്കുന്നു? മനസ്സിലായോ? വാദം മനസ്സിലായോ? മനസ്സിലായി. വളരെ രസകരമായ ഒരു മോഡലോട്ട് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിരിക്കും. അതായത് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ വാദഗതികള് ഈ പാത്രിയർക്കീസിന്റെ താഴെയാണോ എന്നുള്ളത്. ഇപ്പൊ മഫ്രിയാനേറ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കൗൺസിൽ ഓഫ് കഫർത്തൂത്ത് അനുസരിച്ചിട്ട് ലൈക്ക് കീഴിലാണെന്ന് പറയാമെങ്കിലും ഒരു ഫങ്ഷണൽ, ഇപ്പൊ നമ്മൾ ട്രിനിറ്റീനെയൊക്കെ അതൊക്കെ ദാറ്റ് ഈസ് ദ സബ്ലൈം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ആദ്യം കൊടുത്തത്. അതായത് പാത്രിയർക്കീസിന്റെ വലതുഭാഗത്തിരിക്കുന്നയാളാണ് മഫ്രിയാൻ. പക്ഷെ ഈ സെലൂക്കിയയിലെ പാരമ്പര്യം അല്ല പറയുന്നത്, ടൈഗ്രീസിലെയാണ് എന്ന് പറയുന്നതോടുകൂടി പാത്രിയർക്കീസ് ആരെങ്കിലും ഈ പ്രൊട്ടസ്റ്റന്റ് ബ്രദറൻ പെന്തക്കോസുകാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എൻഡോസ് ചെയ്യാനൊന്നും വിചാരിക്കരുത്. നിങ്ങൾ അതിന്റെ നാളെ എനിക്ക് അതിനെ പടകാളം എടുത്തൊന്നും പറയും. ഐ എം ജസ്റ്റ് ഡിസ്കസിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മളതിനെ അംഗീകരിക്കുന്നു എന്നൊന്നും അല്ലാതെ ഞാൻ പറയും. അപ്പൊ ടൈഗ്രീസിലെ പാത്രിയർക്കീസ് ആണ് അതിന്റെ കീഴ്സ്ഥാനിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ വാദം മുഴുവൻ, ഞാൻ ഈ മലങ്കര സഭാതർക്കം എന്നുള്ള പുസ്തകം വായിച്ചതെന്നും എനിക്ക് മനസ്സിലായത്, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഒരു മർത്തോമ സിംഹാസനം ഉണ്ടായിരുന്നു. അത് പൗലോസ് മാർ കൂറിയോസിന്റെ എഴുത്തുകളൊക്കെ കോട്ട് ചെയ്യുന്നു. അവിടെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. ഈ സിംഹാസനം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ്, താങ്കൾ തന്നെ പരുമല തിരുമേനിയുടെ വാക്യം അല്ലെങ്കിൽ വാക്കുകൾ കോട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചത്. അതായത് പരുമല തിരുമേനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അന്ത്യോക്യ ഭക്തൻ. കാരണം അവിടെ നിന്ന് പത്രോസ് പാത്രിയർക്കീസ് വന്നപ്പോൾ, പത്രോസ് പാത്രിയർക്കീസ് അല്ലേ മൂന്നാമനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വലങ്കയായി നിന്ന് ഇവിടെ മാർത്തോമ നവീകരണത്തെ ഒരു എന്താണ് തുരങ്കം വെച്ചെന്ന് എന്റെ ഭാഷ്യം, രക്ഷിച്ചെന്ന് നിങ്ങളുടെ ഭാഷ്യം, അത് അങ്ങനെ ചെയ്ത് ഈ അന്ത്യോക്യൻ ബന്ധം പുനഃസ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാത്രിയർക്കീസായിരിക്കുന്ന പത്രോസ് മൂന്നാമന്റെ വലങ്കൈയായി നിന്നയാള്. അദ്ദേഹം ഏറ്റവും വലിയ അന്ത്യോക്യ ഭക്തനാണ്. അദ്ദേഹമാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ വിശുദ്ധനും. അപ്പൊ ഇതെല്ലാം വളരെ ഒരു 70% ബ്രദറൻകാരനായ പാസ്റ്ററെ, നിങ്ങൾ മൈക്ക് മ്യൂട്ടാണ് കേട്ടോ, നിങ്ങൾ മൈക്ക് മ്യൂട്ട്. അതിനകത്ത് എന്നാ പറയാ, അതിനകത്തൊരു ചരിത്രം നമ്മൾ പഠിക്കണം. ഈ സുറിയാനി സഭയിൽ ഒരുപാട് ഭക്തന്മാര് ഉണ്ടായിട്ടുണ്ട്, ഈ താപസന്മാര്.
പ്രത്യേകിച്ച് ഈ ഹീതായക്കാര് ഈ മലയുടെ പിളർപ്പുകളിലും പാറകളുടെ ഗഹ്വരങ്ങളിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ, മരുഭൂമി പ്രാർത്ഥിച്ചവര്, അപ്പോൾ ഒത്തിരി പ്രാർത്ഥന ജീവിതമുള്ള പിതാക്കന്മാരുണ്ട്. അതിൽ ഈ സ്റ്റൈലസ് എന്ന് പറയും. സ്റ്റൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തൂണയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിന് സ്റ്റൈലസ് എന്ന് പറയും. ഈ സൈമൺ ദ സ്റ്റൈലസ് സെർച്ച് ചെയ്തത് ഷെമോൻ ഡെസ്തുനി എന്നാണ് നമ്മൾ തുബ്ദനി വായിക്കുന്നത്. ഇപ്പൊ ഷെമോൻ ഡെസ്തുനി എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു തൂണുണ്ടാക്കി വെച്ചിട്ട് അതേ കയറി നിന്നങ്ങ് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ആളുകൾ താഴെ വന്ന് ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കും. ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ തൂണിന്റെ പൊക്കം എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കൂട്ടും. അങ്ങനെ ഈ പൊക്കം കൂട്ടി 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 ഈ ആളുകൾക്ക് എത്താത്ത വലിയ പൊക്കത്തിലോട്ട് ഈ തൂണുണ്ടാക്കിയിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് പ്രാർത്ഥിക്കും. വർഷങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരം മെല്ലിച്ച് വന്നു. അപ്പൊ എല്ലാവർക്കും കാണാം ഇദ്ദേഹം നിന്ന് ഈ തൂണ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇദ്ദേഹം മരിച്ചു വീഴുക ഈ തൂണ താഴോട്ട്. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ച് മരിച്ചു വീഴുമ്പോൾ ഇദ്ദേഹം മരിച്ചു വീണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഓടി വരുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരാണ്. എന്ന് പറഞ്ഞ് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരാണ് സുറിയാനി സഭ ഏറ്റവും പീഡിപ്പിച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു വിശുദ്ധനെ, കാരണം അദ്ദേഹത്തിന്റെ തൂണിന്റെ കീഴിൽ നിന്ന് ഒത്തിരി പേർക്ക് രോഗശാന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബോഡി കിട്ടിയാല് നമുക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് ഓർത്ത് ഇത് എടുത്തുകൊണ്ട് ഓടുകയാണ്. ജീവകാലം മുഴുവൻ അദ്ദേഹത്തെ ഉപദ്രവിച്ച ഈസ്റ്റേൺ ഓർത്തഡോക്സ്. അതുപോലെയാണ് ജീവകാലം മുഴുവൻ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വം പ്രഖ്യാപിച്ച പരിമല തിരുമേനിയുടെ കബറടക്കിയ പള്ളി കിട്ടിയപ്പോൾ വരുമാനം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് ആരത് ഹോൾഡ് ചെയ്തിരിക്കുക. ജനിച്ച കടയിൽ 7 അയലക്കത്തെങ്കിലും നാണം ഉണ്ടെങ്കിൽ അവരത് വെക്കില്ല. അത് ലജ്ജാകരമാണ്, അങ്ങേയറ്റം അപമാനകരം. ഇവര് ധൂവമാക്കാൻ നിൽക്കുമ്പോൾ പരിമല തിരുമേനിയുടെ ആത്മാവ് അവിടെ എന്തുമാത്രം തിക്കുമുട്ടൽ അനുഭവിക്കുന്നു. നിങ്ങൾക്കത് വിശ്വാസമില്ല, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഈ പരിമല തിരുമേനി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയോ? അതാണ് യാഥാർത്ഥ്യം. അല്ല, ഞാൻ ഇതിന്റെ അതൊരു കക്ഷിയല്ല. എന്നാലും പോലും അതിനകത്തൊരു ഈ പറഞ്ഞ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. നമ്മളിതിന്റെ കക്ഷിയല്ല. ഇപ്പൊ പറഞ്ഞ പോലെ പലരും ഞാൻ അതിനകത്ത് വേറൊരു റീസെന്റ് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഈ കണിയാമ്പറമ്പി കുര്യൻ കോർപ്പിസ്കോപ്പ പറഞ്ഞു. ഫ്യൂ ഇയേഴ്സ് അഗോ അദ്ദേഹം ഈ യാക്കോബ് സഭയ്ക്ക് വേണ്ടി വളരെ പ്രയത്നിക്കുകയും ഈ കേസുകൾക്ക് വേണ്ടി പോവുകയും അതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിള് പ്രസിദ്ധം ഒക്കെ എഴുതുകയൊക്കെ ചെയ്ത് മലങ്കര മൽപ്പാൻ സുറിയാനി പണ്ഡിതനൊക്കെ. അദ്ദേഹത്തെ അടക്കിയ പള്ളി ഈ അടുത്തൊരു കാലത്ത് ഓർത്തഡോക്സുകാർ പിടിച്ചെടുത്തു. ഇപ്പൊ യാക്കോബക്കാർക്ക് അദ്ദേഹത്തിന്റെ കബറിന്റെ ധൂവമൊക്കെ അവകാശമില്ല. ഓർത്തഡോക്സുകാരെ വെക്കുന്നത് അവർ വെക്കുന്നൊക്കെ ഉണ്ട്. ആ കാര്യത്തിലൊക്കെ അവർ വിശ്വസ്തരാണ്. പക്ഷെ ഈ ഓർത്തഡോക്സുകാർ ധൂവം കൊണ്ട് ചെല്ലുമ്പോൾ കണിയാമ്പറമ്പച്ചന് ഉണ്ടാകുന്ന വിഷമം അത് തന്നെയാണ് പരിമല തിരുമേനിക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ കണിയാമ്പറമ്പച്ചനും അവരുടെ ഒരു മൽപ്പാനായിട്ട് ഇവരെ അവതരിപ്പിക്കും. ഇവരുടെ ചരിത്ര പണ്ഡിതന്മാർ അവതരിപ്പിക്കും. ഇത് ചരിത്രത്തിന്റെ വലിയൊരു അപനിർമ്മാണമാണ്. ഈ യാഥാർത്ഥ്യം പറയാൻ അധികം പേര് മറ്റുള്ളവരെ പിണക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയത്തില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സപ്പോർട്ട് ചെയ്തു ഒക്കെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമ്മൾ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ വിയോജിച്ചു. എന്നെ സംബന്ധിച്ച് ഒത്തിരി നഷ്ടമാണ്. അപ്പൊ ഈ നഷ്ടത്തെ നോക്കിയിട്ട് പിതാക്കന്മാർ സഹിച്ച നഷ്ടമായിട്ട് നോക്കുമ്പോൾ ഇതൊരു നഷ്ടമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറയുന്നത്. ഞാൻ ചിന്തിച്ചത് പറയണോ, ടു ബി ഓർ നോട്ട് ടു ബി. നമ്മുടെ ഹാംലെറ്റിനകത്തെ വില്യം ഷേക്സ്പിയറിന്റെ ഇതിനകത്ത് പറയുന്നത് ഞാനത് ചിന്തിച്ചു, ടു ബി ഓർ നോട്ട് ടു ബി. കാരണം അപ്പൊ ഈ നഷ്ടം നോക്കിക്കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരുടെ എല്ലാം ചരിത്രം നോക്കും, അവർ സഹിച്ച നഷ്ടമായിട്ട് നോക്കും, ഇതെന്നാ നഷ്ടമാണ്. ഇവിടെ ഒരു ചന്ദ്രനും ഒരു ബാബുവും ഒരു ഗോവിന്ദനും ഒക്കെ പിണങ്ങി, അല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അവർ പിണങ്ങി എന്ന് വെച്ച് ഇവിടെ എന്തോ സംഭവിക്കണം, ഒന്നും സംഭവിക്കാൻ അവര് കുറെ ദിവസം ഗർഭവത്തിരുന്ന് കരയും. അല്ല, അത് നമുക്ക് വൺസ് ഒരു നമ്മുടെ എം എഫ് ഹുസൈൻ്റെ അടുത്ത് ഇതുപോലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ മറ്റേതാണ്, നിങ്ങൾ ഈ വരയ്ക്കുന്നത് നിർത്തൂ അല്ലെ, ഈ നിങ്ങൾക്ക് അത് തരാൻ അദ്ദേഹം അറിയാലോ, ഈ സരസ്വതി വിഗ്രഹം അല്ല സരസ്വതി ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങൾ നിങ്ങൾക്ക് വലിയ അത് തരാം ഇത് തരാം ഇതുപോലുള്ള പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ വരയ്ക്കുന്ന നിർത്തും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മേ ബി റോങ്, സോഴ്സിൽ നിന്നല്ല പറയണേ, എന്റെ ഓർമ്മയെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത്. ഞാൻ എന്റെ പ്രായത്തിനനുസരിച്ച് കയ്യിലുള്ളത് കൊടുക്കാൻ നോക്കുക. മനസ്സിലാണ്, ഞാൻ എന്റെ പ്രായത്തിനനുസരിച്ച് എന്റെ കയ്യിൽ അധികമായിട്ടുള്ളത് കൊടുക്കുന്ന കാലമാണ്, എനിക്ക് തിരിച്ചു വേണ്ട എന്നാണ് എം എഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 50, 55, 60 വയസ്സാകുമ്പോൾ മനുഷ്യന് എന്താണ് തിരിച്ചറിവ് വരുന്ന സമയമാണ്. അപ്പൊ അന്നേരം നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാനാണ് തയ്യാറായിരിക്കുന്നത്. ഇപ്പൊ ഈ സത്യം നിങ്ങൾ പറയുന്നത്, എഗെയിൻ ഐ എം നോട്ട് എൻഡോസിങ് യു, നിങ്ങളുടെ കൺവിക്ഷൻസ് നിങ്ങൾ പറയുമ്പോൾ അതിന് ചിലപ്പോൾ ചില വില കൊടുക്കേണ്ടി വരുന്നത് വളരെ സ്വാഭാവികമാണ്. അതിനകത്ത് എനിക്ക്
മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും. പേഴ്സണലി എൻ്റെ ഇത് പറഞ്ഞാൽ പോലും ഇപ്പൊ ഈ ബ്രദറൻ വേർപാട് സഭകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പ്രൗഡ് ഈസ്റ്റേൺ ക്രിസ്ത്യൻ. ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളൊരു ഈസ്റ്റേൺ റിഫോർമേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ മർത്തോമ സഭയിൽ നിന്ന് ഇപ്പൊ യാക്കോബ സഭയിൽ നിന്ന് പോയ മർത്തോമ സഭ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ വേർപാട് വിയോജിത പ്രസ്ഥാനങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്നെ ഒരു ഈസ്റ്റേൺ റിഫോർമേഷൻ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ തിയോളജിയിലേക്ക് അല്പസ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ടാവും. പലരും അതൊരു എന്താണ് പറഞ്ഞ ഒരു കോമഡി സെൻസിൽ എടുക്കുന്നു, പെർസെന്റേജ് ക്രിസ്ത്യാനി എന്നൊക്കെ പറയെങ്കിലും ലുക്ക്, ഈ കൺവിക്ഷൻസ് വൺസ് യു ഗോട്ട് ഇറ്റ്, ഇവരുടെ ആരുടെയും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോ നമുക്ക് വേണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്, ഇത് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട എന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ ഭൂലോകം പുല്ലും കഞ്ഞിയും എന്ന് പറഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ളവരോട് എനിക്ക് ബഹുമാനമാണ്. നിങ്ങൾ you may be wrong, but you're standing for a conviction. I appreciate it. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം, ഈ തർക്കങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കളിക്കുന്ന കുറച്ച് ആളുകൾ വേറെയുണ്ട്. അവരുടെയും കൂടെ നമ്മളൊന്ന് പരിഗണിച്ച് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകും. അതായത് ഈ കേരളത്തിൽ നസ്രാണികൾക്ക് ചരിത്രമില്ല, അവർ ദുരുപദേഷ്ടാക്കന്മാരാണെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു കൺവിൻസിങ് ആയ ഒരു ചരിത്രം കൂടെ നിങ്ങൾക്ക് അറിയാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഈ ലാറ്റിൻ ക്രിസ്ത്യാനികൾ ഇവിടെ വരുന്നത് ഈ നമ്മുടെ മെനസിസ് വരുന്നതിന് മുമ്പും ഫ്രാൻസിസ്കൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ സുവിശേഷവുമായിട്ട് അവരുടെ മൈൽഡ് ഫോമിൽ വന്നിട്ടുണ്ട് എന്നുള്ള ചരിത്രം താങ്കൾ അംഗീകരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് അംഗീകരിക്കുന്നുണ്ടോ? അതെ, ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മ്യൂട്ടാണ്. വ്യത്യാസമായിട്ട് വന്നല്ല, അവർ യാത്രാമധ്യേ കേരളം കാണാനിടയായി ചൈനയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ വന്നു എന്നാ പറയുന്നത്. ഇവിടെ അങ്ങനെ അവരവിടെ ഒരു കൺവേർഷൻ നടത്തുക, അങ്ങനെ സഭ സ്ഥാപിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവര് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ചില പള്ളികൾ ഉണ്ടെന്നുമാണ് ഞാനത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് പാസ്റ്റർ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ യഥാർത്ഥ ആദ്യ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ആദ്യത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായത് ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സുവിശേഷ പ്രവർത്തന ഫലമായിട്ട് എസ്പെഷ്യലി നമ്മുടെ കൊല്ലം രൂപത നമുക്ക് അവിടെ ഉണ്ടായത്, കൊല്ലം രൂപത ഉണ്ടായത് ഇതാണെന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവരും, പിന്നീട് മെനസിസ്, അതായത് ഇത് കത്തോലിക്ക ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങളുടെ ചരിത്രമല്ല, അല്ലെങ്കിൽ സുറിയാനി ചരിത്രമല്ല. അതിനുശേഷം പിന്നീട് വന്ന നമുക്കറിയാവുന്ന പോലെ ആരാണ് ഈ മെനസിസ് വന്നതിന് ശേഷം വന്ന യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ അതിനുശേഷം ഈ 16-17 നൂറ്റാണ്ടുകളിൽ വന്ന പിന്നെ അന്ത്യോക്യൻ ബന്ധം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്ലെയിം അനുസരിച്ചിട്ട് ആദ്യ ക്രിസ്ത്യാനികൾ എന്നുള്ളത് ഈ ഫ്രാൻസിസ്കന്മാർ കൊണ്ടുവന്ന കൊല്ലം രൂപത, രണ്ടാമത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വേണമെങ്കിൽ അന്ത്യോക്യ ബന്ധമുള്ള ഈ ക്രിസ്ത്യാനികൾ. അതിനുശേഷം നമുക്കറിയാം 16-17 നൂറ്റാണ്ടിൽ വന്നത്. അതിനുശേഷം വലിയ മാസ് കൺവേർഷൻസ്, അത് ഒരുപക്ഷെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്ത മെനസിസിന്റെ കാലത്തുള്ള ഈ പറങ്കിവൽക്കരണം. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഈ കത്തോലിക്ക ചരിത്രം അവര് പറയും. ഇതിനെപ്പറ്റി എന്താണ് പാസ്റ്റർ അഭിപ്രായം? അല്ല, അതേപ്പറ്റി കത്തോലിക്കനെ സംബന്ധിച്ച് വലിയൊരു ജാള്യത ഇവിടെ നിലനിന്നിരുന്ന. വാസ്കോഡി ഗാമ വരുമ്പോൾ ഇവിടെ വളരെ വിലപ്പെട്ട ഒരു സുറിയാനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കണ്ടു എന്നാണ്. ഒരിക്കലും ഫ്രാൻസിസ്കന്മാരുടെ കൊല്ലം രൂപതയല്ല കണ്ടത്. അത് കൊല്ലം രൂപതയുടെ കാര്യമല്ല പറയും. അപ്പൊ ഇവിടെ കത്തോലിക്കർക്ക് ആഗമനത്തിന് മുമ്പ് ഒരു ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് ചരിത്രത്തിൽ മായ്ച്ചാലും മായാത്തൊരു കളങ്കമാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഹെററ്റിക്കുകളായിരുന്നു, നെസ്തോറിയൻസ് ആയിരുന്നു. അതുകൊണ്ട് അവരുടെ നെസ്തോറിയൻ ഹെരസിയുടെ കളങ്കത്തെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നാണ് അവരുടെ ഒരു ഭാഷ്യം. അതോടൊപ്പം തന്നെ മാനിക്കേയന്മാരുണ്ടായിരുന്നു. മാനിക്കേയ മതത്തെ പറ്റി അറിയാമല്ലോ. മാനിക്കേയ മതം ഒരു സിൻക്രറ്റിക് റിലീജിയൻ. മാനിക്കേയ മതം ഇന്ത്യയിൽ മൊത്തവും ചൈന വരെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ മൊത്തം സ്വീകരിച്ചൊരു മതം തന്നെയായിരുന്നു മാനിക്കേയനിസം. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടെയാണ് മാനിക്കേയനിസം അതിൻ്റെ ഉറവിടത്തിലൊക്കെ ക്ഷയിക്കുന്നതും പിന്നീട് ഈ പല സ്ഥലത്തും ക്രിസ്ത്യൻ കൺവേർഷനിലേക്ക് അവർ കുരിശൊക്കെ ഉള്ളതുകൊണ്ട് പലവിധ ക്രിസ്ത്യാനിറ്റിയിലോട്ടൊക്കെ അവർ ലയിച്ചും ഒക്കെ അവരില്ലാതായിപ്പോയി. അപ്പം മാനിക്കേയ മതവും നെസ്തോറിയന്മാരും കേരളത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളും കേരളത്തിലുണ്ടായിരുന്നു. ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കന്യകമറിയത്തിൻ്റെ പള്ളികൾ പുരാതന കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു.
കന്യകമറിയാമത്തിന്റെ പള്ളികൾ വെക്കുന്നത് സത്യവിശ്വാസത്തെ, അതായത് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് വിശ്വസിച്ചതാണ് എഫേസോസിലെ സൂനകദോസ്. അതിനെ എതിർത്തവരാണ് നെസ്തോറിയന്മാർ. ആ നെസ്തോറിയന്മാർ ഇവിടെ വന്ന് കന്യാമറിയാമത്തിന്റെ പള്ളി വെച്ച് ആരാധിക്കത്തില്ല. ഇത് ചരിത്ര വസ്തുതയാണ്. പുരാതന പള്ളികളൊക്കെ കന്യാമറിയത്തിന്റെ നാമത്തിലുണ്ട്. ഇപ്പം നെസ്തോറിയന്മാരൊക്കെ കന്യാമറിയത്തിന്റെ നാമത്തിൽ പള്ളി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വാദിച്ചിട്ട് ഇവർ പറയുന്നത് 1665 അബ്ദുൽ ജലീൽ ബാവയാണ് ആദ്യത്തെ അന്ത്യോക്യൻ ബന്ധം കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പം 1599 നടന്ന ഉദയംപേരൂർ സുന്നോദോസിൽ കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും ഇവര് ഡിഗ്രി അയച്ചു. ഈ മെൻസിസിന് എല്ലാവരും അവരുടെ പള്ളിയിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുമായിട്ട് എത്തിച്ചേരണം. അന്ന് ഈ പ്രിന്റിംഗ് ഒന്നും അങ്ങനെ വ്യാപകമല്ലാത്തതുകൊണ്ട് പുസ്തകങ്ങളുടെ എണ്ണം വിരളമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു പുസ്തകം 2 പുസ്തകം കാണത്തുള്ളൂ. അപ്പം ഫിംഗർ നമ്പേർഡ് ബുക്കേ ഉള്ളൂ. പുസ്തകം എല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുവരുന്നത് പോസിബിൾ ആയിരുന്നു, പ്രാക്ടിക്കലായിരുന്നു. ഇന്നത്തെ പോലെ അല്ലല്ലോ, പ്രിന്റിംഗ് ഇല്ല. അപ്പം ഈ പുസ്തകങ്ങളുമായിട്ട് വന്ന നസ്രാണികളുടെ പുസ്തകങ്ങളെല്ലാം മേടിച്ച് കൂട്ടമായിട്ട് കത്തിച്ച് കളഞ്ഞു. അതുകൂടാതെ പിന്നീട് ഓരോ പള്ളികളിലും മെനിസിസ് റെയ്ഡ് നടത്തി അവശേഷിച്ചിട്ടുണ്ടോ പുസ്തകങ്ങൾ നോക്കി കത്തിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ മലങ്കരയിലെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ചരിത്ര രേഖകളും നിശേഷം നശിപ്പിച്ചു. അന്ന് ഇദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റാതെ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ പെടാതെയും ഇരുന്ന ഒരു പുസ്തകം റാന്നി വലിയ പള്ളിയിൽ അവശേഷിച്ചിരുന്നു. ഇന്ന് ക്രാനാക്കാരുടെ ഒരു പള്ളിയുണ്ട്, റാന്നി വലിയ. ഈ റാന്നി പള്ളിയിൽ ഇരുന്ന ഈ പുസ്തകം പിന്നീട് വലിയ ദീവന്നാസ്യോസിന്റെ കാലത്ത് ബ്രിട്ടീഷ് മിഷണറി ക്ലോഡിയസ് ബുക്കാനൻ വരുമ്പോൾ ക്ലോഡിയസ് ബുക്കാനനോട് ഇവർ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബൈബിൾ വേണം, ഇവിടെ വേദപുസ്തകം ഇല്ല. അപ്പോൾ അങ്ങനെ ക്ലോഡിയസ് ബുക്കാനന് സമ്മാനമായിട്ട് ഈ പുരാതന ബൈബിൾ, അതൊരു ബൈബിളായിരുന്നു, അത് ഈ ദിവന്നാസ്യോസ് കൊടുത്തു. ഇത് 10-ാം നൂറ്റാണ്ടിലെ ഒരു സുറിയാനി ബൈബിളാണ്. ഈ ബൈബിളില് അന്ത്യോക്യൻ പാത്രിയർക്കീസ് മിഖായേൽ റാബോയുടെ കയ്യൊപ്പുണ്ട്. 10-ാം നൂറ്റാണ്ടിലെ ഈ ബൈബിളിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ് മിഖായേൽ റാബോയുടെ കയ്യൊപ്പുണ്ട്. എന്നാൽ കയ്യൊപ്പുള്ള ബൈബിളാണ് വലിയ ദീവന്നാസ്യോസ് ക്ലോഡിയസ് ബുക്കാനൻ എടുത്തു. ക്ലോഡിയസ് ബുക്കാനൻ അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ പോയി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബോംബെയിലെ കല്ലച്ചിൽ 100 ബൈബിൾ അടിച്ച് വാക്ക് പാലിച്ചു. സാഹിബ് വാക്ക് പാലിച്ചു. ഇവിടെ 100 ബൈബിളുണ്ട്. അതാണ് കേരളത്തിൽ ആദ്യം വരുന്ന ബൈബിൾ. അത് നമ്മുടെ ഈ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ തർജ്ജമ ചെയ്ത് സുവിശേഷ ഭാഗങ്ങളാണ് പ്രിന്റ് ചെയ്ത് കൊടുത്തത്. അന്ന് ഇവർക്ക് അത് വലിയ നിധിയായിപ്പോയി. ഇന്ന് ഈ 10-ാം നൂറ്റാണ്ടിലെ ആ ബൈബിള് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്, കേംബ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ ചരിത്രം ഇത് നമ്മുടെ ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ഓർത്തഡോക്സ് ചരിത്രകാരൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. നേരിട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ടെലിഫോൺ കോൺവെർസേഷൻ, ഇതേ കാര്യം സെയിം. അപ്പൊ അത് ബേസിക്കലി പറഞ്ഞു വരുന്നത് 10-ാം നൂറ്റാണ്ട് മുതലെങ്കിലും അന്ത്യോക്യയോട് ബന്ധമുള്ള പാത്രിയർക്കീസിനാൽ ഭരിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ഇതിപ്പോ 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടിൽ വരെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് സഭാ ചരിത്രകാരന്മാര് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് വായിച്ചിട്ടുണ്ട്, സ്വന്തം കണ്ണുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ രസകരമാണ്. അപ്പൊ അവരുടെ കത്തോലിക്കരുടെ വാദം ഇതാണ്: 2 തരം ക്രിസ്ത്യാനികളാണ് ഉള്ളത്. ഒന്ന് ഈ കൽദയ ക്രിസ്ത്യൻ, അതായത് നമ്മുടെ ഈസ്റ്റേൺ, അറിയാലോ, ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്. 2 ഈ ലാറ്റിൻ ക്രിസ്ത്യൻസ്. അത് മെൻസിസ് വരുമ്പോൾ 2 ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് കൽദയ ക്രിസ്ത്യൻസ്, വേറെ ഒന്ന് ഇത്. അപ്പൊ ഇത് ഇവരുടെ വാദങ്ങളുടെ മോനെ ഒടിക്കുന്നതാണ്, ചരിത്ര രേഖയാണെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. ഇത് ഇവിടെ ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ഓർത്തഡോക്സ് ചരിത്രകാരൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ നെസ്തോറിയൻ വാദങ്ങളെ, ഞാൻ കടമറ്റം പള്ളിയിലാണ് മാംസം വാങ്ങിയത്, എൻ്റെ അമ്മയുടെ അവിടെയാണ്. അപ്പൊ ഈ കടമറ്റം പള്ളി നെസ്തോറിയൻ പള്ളി എന്നാണ് പൊതുവെ ബ്രദറൻകാർക്ക് പറയാൻ ഇഷ്ടം. അങ്ങനെയാണ് പൊതുവെ നമ്മുടെ ചരിത്രകാരന്മാരെല്ലാം പറയും. അപ്പൊ അങ്ങനെ അല്ല എന്നുള്ള ചരിത്ര രേഖയാണ് ഇത്. ഒരു പൊതുവെ അറിയാം, ഇപ്പൊ ക്ലോഡിയസ് ബുക്കാന്റെ ചരിത്രം, ഈ 100 ബൈബിളും കല്ലച്ചും ഒക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും കേൾക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് ഈ പാത്രിയർക്കീസിന്റെ ഒപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ ഈ നെസ്തോറിയൻ ആയതിനു കൊടുത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? അത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കും. നിങ്ങൾ ഈ കടമറ്റം പള്ളിയിൽ ഒരു കുരിശുണ്ട്, അറിയാലോ? കടമറ്റം മാനിക്കാൻ കുരിശല്ലേ, പേർഷ്യൻ കുരിശാ കടമറ്റം പള്ളിയിലുള്ളതാണ്. പക്ഷെ ആ പേർഷ്യൻ കുരിശാണ് എന്നൊക്കെ ആരോപിക്കുന്നത്, അത് മാനിക്കാന്മാരുടെ ആണ്. പക്ഷെ ആ കുരിശിന്റെ ചുവട്ടില് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻ ദൈവം കുരിശിൽ മരിച്ചു എന്നായിരിക്കും. ദൈവം കുരിശിൽ മരിച്ചു എന്ന് നെസ്തോറിയന്മാർക്ക് വിശ്വാസമില്ല. അത് സുറിയാനി സഭയുടെ വിശ്വാസം.
നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒത്തിരി ചരിത്രമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു പുതിയ രീതിയിലാണ് ക്രിയ ചെയ്യുന്നത്. ഈ 1665 സുപ്രീം കോടതി 2017 സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതി പറയുന്നത് 1563 കൂനംകുരിശ് സത്യത്തിൽ മലങ്കര നസ്രാണികൾ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ഭക്തിയും വിധേയത്വവും പുനഃപ്രഖ്യാപിച്ചെന്ന. അപ്പൊ അതിനു മുമ്പ് അതുണ്ടെന്നാ സുപ്രീം കോടതി പറയുന്നത്. പുനഃപ്രഖ്യാപിച്ചു. ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് നെസ്തോറിനല്ലായിരുന്നു. ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് മാനിക്കേനും അല്ലായിരുന്നു. ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തൊമ്പൻ കത്തനാര് തികഞ്ഞ അന്ത്യോക്യ ഭക്തനായിരുന്നു. അദ്ദേഹം അതാ പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? കൂനംകുരിശ് സത്യത്തിൽ അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പറയുന്ന പോലെ വിദേശ ശക്തികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കല്ല. അങ്ങനെയാണ് 12 കൊല്ലം കഴിഞ്ഞ് വരുന്ന അബ്ദുൽ ജലീൽ ബാബയെ കൈനീട്ടി സ്വീകരിക്കില്ലായിരുന്നു മലങ്കര. അപ്പൊ ആരുടെയെങ്കിലും ഏതെങ്കിലും ഉപദേശം മതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പറങ്കികളോട് ഇത്രയും പോരാടി നിന്നവര് പറങ്കികളോട് വിയോജിച്ചു? എന്തുകൊണ്ട് അന്ത്യോക്യയിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ സ്വീകരിച്ചു? ദാറ്റ്സ് ദ $1 million ക്വസ്റ്റ്യൻ. അയാൾക്ക് എന്നാ പ്രത്യേകിച്ച് സൗന്ദര്യം വല്ലതും ഉണ്ടായിരുന്നോ ഈ അബ്ദുൽ ജലീൽ? ഒന്നുമില്ല. അതിനൊരു പിന്നെ സാധാരണ പറയുന്ന ഒരു മറുപടി ഞാൻ പറയാം. അതായത് ഈ ലാറ്റിനൈസേഷൻ വന്ന സമയത്ത് ഇപ്പൊ ഇവിടെയുള്ള സഭയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉപദേശങ്ങളോട് ചേർന്ന് പോകുന്നതാണ്. ഈ വലിയ പ്രൗഢി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു പള്ളിയിലോട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജീവൻ ഫിലിപ്പായിട്ടുള്ള ചർച്ചയിൽ അത് ചെറുതായിട്ട് പറഞ്ഞു. അത് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് ഞാൻ പറയാം. ഈ പള്ളിയിലോട്ട് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന മാതിരിയുള്ള വലിയ കൊത്തുപണികളോ വലിയ പ്രതിമകളോ ഒന്നുമല്ല. ഒരു സാധാരണ ഒരു കെട്ടിടം. ഇപ്പൊ ഒരു 100 വർഷം പഴക്കമുള്ള നമ്മുടെ പല പള്ളികൾ. കഴിഞ്ഞ ദിവസം മുഖത്തല പള്ളിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടു. വളരെ ചെറിയൊരു കെട്ടിടം. അപ്പൊ എത്ര ഉള്ള ഒരു കെട്ടിടം, ചെറിയൊരു മരക്കുരിശ്, കൂടി വന്നാൽ പിന്നെ മറിയമിന്റെ ഒരു കർത്താവിന്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു ഇതോടുകൂടി ഒരു ഫോട്ടോ, ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തം ഈ റോമായുടെ ഈ പളപളപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇത് എന്റെ ആർഗ്യുമെന്റ് അല്ല, സാമാന്യം നമുക്ക് അംഗീകരിക്കാവുന്ന ആർഗ്യുമെന്റ് ആണ്. ഈ റോമായുടെ പളപളപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണം ചിലത് എന്ന് തോന്നി ആണ് ഞങ്ങളുടെ പാരമ്പര്യം അവിടെ നിന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് സ്ത്രീയിലോട്ട് പോയി ഞങ്ങൾക്കും വേണം ഇതുപോലെ കുപ്പായം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുപ്പായം കടന്നു വന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താണ് അതിനൊരു മറുപടി പറയും പാസ്റ്റർ? പറയും. ഞാൻ പാസ്റ്റർ മൈക്ക് മ്യൂട്ടാണ് കേട്ടോ, മൈക്ക് മ്യൂട്ട്. സുറിയാനി സഭയുടെ പള്ളികളിൽ ഇങ്ങനെ ചിത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് അജിപ്പോളിനൊരു തെറ്റാണ്. ഈവൻ ഐക്കൺസ് പോലും ഇല്ല. അല്ല, ഞാൻ ഇല്ല എന്നാ പറഞ്ഞത്, ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇല്ല എന്ന് തന്നെയാ പറഞ്ഞത്. ഇല്ല എന്നാ പറഞ്ഞത്. മാതാവിന്റെ രൂപമൊന്നും ഇല്ല സുറിയാനി പാരമ്പര്യത്തിൽ. രൂപമല്ല ഞാൻ പറഞ്ഞ, ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു. പാസ്റ്റർ കേൾക്കാത്ത ഒരു ഫോട്ടോ ഇല്ല. ഈ പിന്നീട് മറ്റ് സഭകളുമായിട്ട് സഹകരണത്തിൽ കയറി പിടിച്ചതാ. ഒറിജിനൽ സുറിയാനി പാരമ്പര്യത്തിൽ ഈ എന്റെ പുറകെ കാണുന്ന ഐക്കൺസ് ഇല്ല. മരക്കുരിശ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു ഡെക്കറേഷനും ഇല്ല. പോരുന്നോ ഞങ്ങളുടെ അല്ലെ, ഞങ്ങൾക്ക് ചോദിക്കാൻ വരുന്നു, പോരുന്നോ ഞങ്ങളുടെ കൂടെ അല്ലേ? ഞങ്ങളുടെ ഒരു ബ്രദറൻ അല്ലെങ്കിൽ ഐക്കോൺസ് മുഴുവൻ കോപ്റ്റിക് സഭയുടേതാ. കോപ്റ്റിക് പാരമ്പര്യത്തിൽ നയിക്കേണ്ടത് സുറിയാനി സഭയും കോപ്റ്റിക് സഭ ഒരു പൂളിൽ നിൽക്കുന്നുണ്ട്, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഐക്കോൺസ്. അല്ലാതെ സുറിയാനി സഭയ്ക്ക് അങ്ങനെ ഐക്കണോ ഇങ്ങനെ ഡിസൈനോ രൂപമൊന്നുമില്ല. കത്തോലിക്ക സഭയ്ക്ക് രൂപങ്ങളുണ്ട്. പിന്നെ ഐക്കോണ ക്ലാസ്സോ ഒക്കെ അറിയാമല്ലോ, ഇതൊക്കെ വന്ന്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 1665 അബ്ദുൽ ജലീൽ ബാബ വന്നപ്പോഴാണ് ഈ സുറിയാനി സഭ ആദ്യമായിട്ട് ഇവിടെ വരുന്നെന്നുള്ളതിനെ ഖണ്ഡിക്കാൻ പര്യാപ്തമായ ലോജിക്കൽ ആർഗ്യുമെന്റാണ് ഞാൻ വെച്ചത്. എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ എടുക്കാം. നമ്മുടെ ഇന്നത്തെ സഭാ കേസ് പഠിക്കുമ്പോൾ 1665 ആദ്യമായിട്ട് അന്ത്യോക്യയിൽ ഒരാൾ വന്നു എന്നുള്ള വാദം മുഖവിലയ്ക്ക് എടുത്താൽ ഈ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ എല്ലാ വാദങ്ങളും തവിടുപൊടി തരിപ്പണായി പോകും. കാരണം കേരളത്തിൽ നിറച്ച് വിജാതീയരായ ആളുകളും പിന്നെ ഹെറിറ്റിക്കായിട്ട്, അതായത് മാനിക്കേയന്മാരും നെസ്തോറിയന്മാരും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുണ്ടായിരുന്നു, മാനിക്കേയന്മാരുണ്ടായിരുന്നു, നെസ്തോറിയന്മാരുണ്ടായിരുന്നു. അങ്ങനെ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഈ അബ്ദുൽ ജലീൽ എന്ന മിഷണറി വരികയാണ്. ഇപ്പൊ അദ്ദേഹത്തെ നമുക്ക് ബിഷപ്പായിട്ട് എടുക്കണ്ട, കാരണം മുഴുവൻ പാഷണ്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ അദ്ദേഹം 100% മിഷണറിയാണ്. ഇവിടെ വന്നിട്ട് ഈ പാഷണ്ടികളെ മുഴുവൻ പരിവർത്തനപ്പെടുത്തി അദ്ദേഹം എന്ത് ചെയ്തു? അന്ത്യോക്യൻ സത്യവിശ്വാസത്തെ വിത്തുപാകി ഇവിടെ ഒരു സഭ തുടങ്ങി, പൈനിയർ വർക്ക് തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ഈ മലങ്കരയിലെ സഭ 100% അന്ത്യോക്യയുടെ അല്ലേ? സോറി, ഞാൻ മ്യൂട്ടാണ്. That's a decisive blow, right?
That അതങ്ങ് is a എടുത്തു. decisive blow. ഇതൊക്കെ ബോധവും ബുദ്ധിയുള്ള ആൾക്കാര് മനസ്സിലാവുക എന്താണ് ഈ പറഞ്ഞത്. ഐ നോ ദിസ് ഈസ് യുവർ നമ്മൾ എന്താണ് കില്ലിംഗ് പഞ്ച് എന്ന് പറയുന്ന സാധനമാണ്. ബോധമുള്ളവർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറയാം, നിന്റെയൊക്കെ കാരണന്മാര് പാഷാണ്ടികള് ആയിരുന്നു 16 അല്ലെ, ഞാൻ അങ്ങനെ പറയാം, പാഷാണ്ടികളായിരുന്നു 16-ാം നൂറ്റാണ്ട് വരെ. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പറയുന്ന അബ്ദുൾ മസീഹ പാത്രിയർക്കീസ് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്തെങ്കിൽ, സോറി മസീഹർ അബ്ദുൽ ജലീൽ പാത്രിയർക്കീസ് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്തെങ്കിൽ ഈ സഭ പൂർണ്ണമായും സുറിയാനി സഭയാണ്, അല്ലേ? അത് ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് അല്ല, നിങ്ങളുടെ ഒരു ബാക്കപ്പ് അല്ലെ, ഒരു സൈഡ് എന്താണ് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു പ്ലാൻ ബീന്നോ ഒക്കെ പറയുന്ന ടൈപ്പ് ആർഗ്യുമെന്റ് ആണ്. അതല്ല, അവരുടെ ആർഗ്യുമെന്റിനെ എടുത്തു വെച്ചിട്ട് നമ്മൾ പറയുന്ന മറുപടിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഈ സഭകൾക്ക് ഇതിനെ നിങ്ങൾക്ക് എന്നോട് യോജിക്കണമെന്നില്ല, ഇത് എന്റെ ഒരു 70% ബ്രദറൻ വ്യൂ പോയിന്റ്. ഈ സഭകൾക്ക് ഉണ്ടെന്ന് പറയുന്ന ഈ കൈവപ്പുകള് അന്യോന്യം നിങ്ങൾ ഇത് ചെയ്തു, എന്താണ്, നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് യാക്കോബായ എന്ന് പറയുന്ന പക്ഷത്തിന്റെ കൈവപ്പിനെ ഇവര് ഓർത്തഡോക്സുകാരില്ല എന്ന് പറഞ്ഞു. ഓർത്തഡോക്സുകാരന്റെ കൈവപ്പിനെ കംപ്ലീറ്റ്ലി നെഗോറ്റ്. കാരണം ഈ അന്ത്യോക്യയുടെ കൈവപ്പ് ഇല്ലെങ്കിൽ ഇവർക്ക് പിന്നെ കൈവപ്പ് എവിടെന്നാ കിട്ടിയെന്ന് ഇവർ പറയണം. അന്ത്യോക്യൻ ഇപ്പൊ അബ്ദുൾ ജലീൽ പാത്രിയർക്കീസിന്റെ കൈവപ്പ് അല്ല ഇവർക്ക് ഉള്ളതെങ്കിൽ ഇവരുടെ ഈ സ്റ്റോറി കൊഹറന്റ് അല്ല, ഒബ്വിയസ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞത് തന്നെയല്ല, നിങ്ങളുടെ മുമ്പത്തെ പാരമ്പര്യം, അതായത് റോമൻ ഇൻഫ്ലുവൻസ്, ഇപ്പൊ ഈ മെനസിസിന്റെ ഇൻഫ്ലുവൻസ് വരുന്നതിന് മുമ്പ് കേരളത്തിലെ പള്ളികൾ ഒരു പരിധി വരെ നമുക്കറിയാവുന്ന പോലെ പ്രസ്ബിറ്റർ ടൈപ്പ്, അല്ലെങ്കിൽ ഓരോ സ്വതന്ത്ര സഭകളും അവിടുത്തെ ഉള്ള പ്രധാനപ്പെട്ട ആൾക്കാരും ഉള്ള സ്ഥലം സഭാ സ്വാതന്ത്ര്യം പറയുന്ന പള്ളികളുമാണ്. ഇപ്പൊ ഇപ്പോഴും എന്റെ പ്രതരംകാരൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പൊ ഈ പള്ളികളുടെ സാഹചര്യം ഇതാണ്, കൈവപ്പിന്റെ സാഹചര്യം ഇതാണ്. ഒരു കൺസെൻസസ് അല്ലേ നല്ലത്? എന്തിനാണ് സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിക്കുന്നത്? ഇതാണ് സത്യം. ഇത് ഞാനൊരു ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശ്വാസം ഇവിടെ ആദിമ നൂറ്റാണ്ട് മുതൽ ഉണ്ട് എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ധാരാളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തെറി കേട്ട ഒരാളാണ്. എനിക്ക് ഐ കെയർലെസ്. അപ്പൊ ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളിലൂടെ സത്യവിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവരാണ്. അവർ വഴിതെറ്റിപ്പോയിരുന്നു, അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യം. കാരണം പലപ്പോഴും പല ഉപദേശപരമായ കാര്യങ്ങൾ, ഇപ്പൊ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വഴിതെറ്റിപ്പോയിരുന്നു. പക്ഷെ ഇവിടെ സത്യവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതുപോലുള്ള ഈ സെൽഫ് ഡിഫീറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് ഷൂട്ടിംഗ് ആർഗ്യുമെന്റ് ആയിട്ടാണ് ഈ ഓർത്തഡോക്സുകാരുടെ ഈ ആർഗ്യുമെന്റ് വരുന്നതെന്ന് ആണ് എനിക്കൊരു കാഴ്ചപ്പാട്. ഞാനൊരു ഓർത്തഡോക്സ് ഭാഷ ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഈ ഒരു കാര്യം മാത്രം, ബാക്കിയുള്ളത് ഒരു പക്ഷെ അവരുടെയാണ് കുറച്ച് സ്ട്രോങ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു കാര്യം സെൽഫ് ഡിഫീറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് പാസ്റ്ററുടെ അഭിപ്രായം? ഇതൊരു ഡിസൈസീവ് ബ്ലോ ആണ്. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ഒന്നും പറയാം. അതായത് 1665 അബ്ദുൽ ജലീൽ ബാബ വരുമ്പോഴാണ് ആദ്യത്തെ അന്ത്യോക്യ ബന്ധം വരുന്നതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചരിത്ര പണ്ഡിതന്മാരുടെ അവകാശവാദം. അത് നമ്മൾ മുഖവിലേക്ക് എടുത്താൽ 1665 മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നവരുടെ വിശ്വാസം ഏത് വിശ്വാസമാണെന്ന് പറയാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ബാധ്യതയുണ്ട്. അത് അത് സുറിയാനി സഭയുടെ വിശ്വാസമായിരുന്നോ നെസ്തോറിയം വിശ്വാസമായിരുന്നു? നെസ്തോറിയം വിശ്വാസമായിരുന്നെങ്കിൽ നെസ്തോറിയം വിശ്വാസത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് സുറിയാനി സഭയുടെ വിശ്വാസത്തിലേക്ക് പുതുക്കി സഭയുണ്ടാക്കിയെങ്കിൽ അത് പുത്തൻ സഭയാണ്, അത് അന്ത്യോക്യയുടെ സഭയാണ്. അത് അതിന്റെ പാരമ്പര്യം ലൈറ്റർ സെൻസ്, അതിന്റെ പാരമ്പര്യം എത്ര വർഷമാണ്? മറ്റേ ഫാസ്റ്റർ 390 ഇപ്പൊ 665 അല്ലേ, അപ്പം 35-ഉം 335-ഉം 24 വരും. അപ്പൊ ഈ 59 ബ്രദറൻ സഭയ്ക്ക് 318 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇത്രയും കൂടെ കൂടുതലുണ്ട് ഇവിടെയുള്ള. ഇത് വളരെ രസകരമായിട്ട് തോന്നി. ഇതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോ അതിനുശേഷം സീറോ മലബാർ സഭയ്ക്ക് 100 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജോസഫ് പാണ്ഡ്യ പറമ്പിൽ നിന്ന് അച്ഛൻ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. 100 വർഷത്തെ പൂർത്തിയാക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് 100 വർഷം പാരമ്പര്യം, പെന്തക്കോസ്റ്റൽ സഭയ്ക്ക് 100 വർഷം പാരമ്പര്യം, യാക്കോബ സഭയ്ക്ക് കേരളത്തിൽ 359 വർഷം, യാക്കോബ സഭയ്ക്ക് ഇന്ത്യൻ ഓർത്തഡോക്സിന് 90 വർഷം. അപ്പൊ അതിനേക്കാളൊക്കെ സീനിയർ ആണ് നമ്മള് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും
പാരമ്പര്യം ഇല്ലാന്ന് ഇനി പറയരുത്. കാര്യം പാരമ്പര്യം ഒട്ടും പുറയിലല്ല. ആകപ്പാടെ ഞങ്ങളുടെ മുമ്പിലുള്ളത് യാക്കോബായ സഭയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് പട്ടം കൊടുക്കാം വേണ്ടി വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ കണ്ടീഷനിലായി നിലവിൽ. ഞാനൊരു ലൈറ്റർ സെൻസിലാണ് പറഞ്ഞു, ഇതൊക്കെ കട്ട് ചെയ്തെടുത്തോണ്ട് പോയി പട്ടം കൊടുക്കാന്ന് പറയുന്നത് പറയണ്ട. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇത് പക്ഷെ ഇതൊരു എനിക്ക് തോന്നുന്നത് നമ്മളൊരു 2 മണിക്കൂറായി ചർച്ച. അല്ല, 1.5 മണിക്കൂറായിട്ട് ഞാൻ 1.5 മണിക്കൂർ. ഇത് ഒരു സാധാരണഗതിയിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ പുരുഷന് വേറൊരു യുദ്ധം ഉള്ളതുകൊണ്ട്, നമ്മുടെ കോർസാറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്യാൻ ഇതുപോലെ 1-2 ലൈവ് ഇരിക്കാൻ പാസ്റ്റർക്ക് പറ്റുമോ? താല്പര്യമുണ്ടോ? കാരണം ഇതിപ്പോ വെറും നമ്മൾ 1964 മുതലുള്ള കാര്യം എടുത്തിട്ടുള്ളൂ. ബാക്കിലോട്ട് പോയത് വളരെ ചുരുക്കമാണ്. ഞാനത് പ്രിപ്പയർ ചെയ്യായിരുന്നില്ല. മൈക്ക് മ്യൂട്ടാണ്. കുഴപ്പമില്ല. അപ്പൊ ഈ വിഷയം നമുക്കൊന്ന് തുടർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊരു വൈകാരിക പ്രശ്നമാണ്. ഇപ്പൊ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്. ഇപ്പൊ ഞാൻ ഒരു കോലഞ്ചേരിക്കാരനായതുകൊണ്ട്, ഞാൻ ജനിച്ചു വളർന്നത് കോലഞ്ചേരിയിലായതുകൊണ്ട്, ഇപ്പൊ ഞങ്ങൾ കളിക്കാൻ പോകുന്നതും, ഞാൻ എൻ്റെ ഒരു നല്ല പ്രായം വരെയൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയോടും ആ സ്ഥാപനങ്ങളോടൊക്കെ ഉള്ള ഒരു ബന്ധവും സ്നേഹവും വെച്ച് നമുക്ക് ഒരു 2014-13 ഒക്കെ നമ്മൾ അവിടെ നാട്ടിൽ പോകുമ്പോൾ ഈ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം മുടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ, കടമറ്റം പള്ളിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ മുടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അത് വിശ്വാസപരമൊന്നുമല്ല. അതൊരു ലൈക്ക് ഹ്യൂമൻ ബീങ്, നമുക്കൊരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം മുടിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാകാൻ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പറമ്പിന്റെ പുറത്തുള്ളൊരു അമ്പലം. അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് പിടിച്ച്, പൂജയില്ല, ഒന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാം വെട്ടി തെളിച്ച് ലൈറ്റും, അതിൽ RSSകാർ വന്നേ പിന്നെ ഈ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. അത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന അമ്പലം. ഇപ്പൊ അതെല്ലാം പുതുക്കി, അത് നല്ല രസം. അതിന് കുറെ ശില്പങ്ങളൊക്കെ കാട് പിടിച്ച് കിടപ്പാണ്. അതെല്ലാം അവരെടുത്ത് നേരെ വെച്ച് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഈ സിനിമ കാണുന്ന പോലത്തെ ഒരു അമ്പലമായിട്ടിരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഹിന്ദു അല്ലേലും നാട്ടിലൊരു സാധനം വെട്ടവും വെളിച്ചോട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതൊരു വൈകാരിക പ്രശ്നമാണ്. ഇപ്പൊ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാരണന്മാര് പിന്നെ അടക്കിയിരിക്കുന്ന മണ്ണ്, നമ്മുടെ നല്ല പ്രായം ചെലവഴിച്ച് നമ്മൾ ഒരുപക്ഷെ വിവാഹം, പല കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ആരാധനാലയം. അപ്പൊ അതൊക്കെ അടഞ്ഞു കിടക്കുക, നശിച്ചു പോവുക. അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. ഇത് വിശ്വാസപരമൊന്നുമില്ല. ഇതിപ്പോ പല ആൾക്കാർക്ക് കേസൊക്കെ തീരാണ് അജിപ്പോൾ തിരിച്ചു പോരെ. അല്ല, ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഈ ഓർത്തഡോക്സുകാർക്ക് ഞങ്ങളുടെ അടുത്തിട്ട് വരാണ് കുറച്ചുകൂടെ പാരമ്പര്യം. കാരണം ഞങ്ങൾക്ക് അവരെക്കാളൊക്കെ ഒത്തിരി, എത്രയോ വർഷങ്ങൾ, 456 ഒരു 4 മടങ്ങ് പാരമ്പര്യമുണ്ട് സഭയ്ക്ക്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഈ സെമിനാരി കേസുണ്ട്. ഈ റോയൽ കോർട്ട് വിധി വരുമ്പോ ഈ മാർത്തോമക്കാര് ഇന്ത്യൻ വാദം വെച്ചു. ഈ സഭ ഇന്ത്യയിലാണെന്നും ഇത് പാത്രിക്കീസ് അല്ല ഇതിന്റെ അധിപൻ എന്നുള്ള വാദമാണ് ഈ മാത്യൂസ് മാർ അത്തനേഷ്യസ് കൊണ്ടുവന്നു. പിന്നീട് തോമസ് മാർ അത്തനേഷ്യസ് സെമിനാരി കേസ് വരുമ്പോൾ മാർത്തോമക്കാർക്കും യാക്കോബക്കാർക്കുമായിട്ടുള്ള കേസ്, പുലിക്കോട്ട് തിരുമേനി യാക്കോബ പക്ഷത്തും മറ്റേ മാർത്തോമ പക്ഷത്തുമായിട്ടാണ് കേസ് നടക്കുന്നത്. അന്ന് കേസ് നടക്കുമ്പോൾ യാക്കോബായ പക്ഷത്തിന് അനുകൂലമായിട്ട് വിധിച്ചു. പാത്രിക്കീസിന്റെ കീഴിലുള്ള പക്ഷമാണ് യഥാർത്ഥ സഭയെന്നും അവരുടേതാണ് അങ്ങനെ വിധി വന്നു. അന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് എവിടെയായിരുന്നു? ഇന്ത്യൻ സഭാവാദം വെച്ച് മാർത്തോമക്കാരാ. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഇന്ത്യൻ വാദം വന്നപ്പോൾ മാർത്തോമ സഭയെ ചേരുകയായിരുന്നു ചെയ്യേണ്ടത്. പിന്നെ യാക്കോബായ സഭയിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയല്ലായിരുന്നു. അത് യാക്കോബായ സഭ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിൽ പൂർവികമായിട്ട് നിലനിൽക്കുന്ന സഭ, പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും നിലനിന്ന സഭ, ഈ മാർത്തോമക്കാരുമായിട്ട് കേസ് കളിച്ച് ജയിച്ച സഭ. ആ ജയിച്ചത് പാത്രിക്കീസിന്റെ പക്ഷത്തിനായിരുന്നു ജയം. പിന്നീട് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് മറ്റ് മനോരമയുടെ പണക്കൊഴുപ്പും എല്ലാം കൂടെ വന്നിട്ട് വീണ്ടും അന്ന് മാർത്തോമക്കാർ ഉന്നയിച്ച അതേ വാദം ഉന്നയിച്ച് വീണ്ടും യാക്കോബായ സഭയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കിയ വിഘടിത വിഭാഗമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം. അപ്പൊ യഥാർത്ഥത്തിലുള്ള സഭ മാർത്തോമക്കാരുമായിട്ടുള്ള കേസിൽ റോയൽ കോർട്ട് ജയിച്ചത് യാക്കോബായക്കാരാണ്. ഈ യാക്കോബായ സഭയെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, 2ാം കുത്തിത്തിരിപ്പ് മാർത്തോമയുടെ സെയിം കുത്തിത്തിരിപ്പുണ്ടാക്കി. എന്നിട്ട് മാർത്തോമ സിംഹാസനം ഇവർക്ക് 75 ചോട്ടേ ഉള്ളൂ. മാർത്തോമ സഭയ്ക്ക് 22ാം മാർത്തോമയാണ്. അതാണ് വ്യത്യാസം. മാർത്തോമക്കാർ അന്ന് തൊട്ടേ മാർത്തോമ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഇപ്പൊ 22ാം മാർത്തോമയാണ് അവരുടേത്. ഇവർക്കാണ് 5ാം മാർത്തോമ ആയിട്ടുള്ളൂ. മാർത്തോമ സഭയായിട്ട് നോക്കുമ്പോഴും IOC വളരെ പുറയിലാണ്. 5 ആയിട്ടുള്ളൂ, അവർക്ക് 22 ആയിട്ടുണ്ട്. അതിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ 6ാമത്തെ വരുമ്പോഴേക്കും അവർ 23ാമത്തെ വരും. അപ്പൊ അങ്ങനെ വരുമ്പം, അല്ലെങ്കിൽ പിന്നെ ഇവര് ഓരോ ആഴ്ചയിലും വെടിവെച്ച് കൊന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് വാഴ്ച വല്ലതും അങ്ങനെ വല്ലതും നോക്കേണ്ടി വരും. അതേ ഉള്ളൊരു ഓപ്ഷൻ. മനസ്സിലായോ? നമ്മൾ യാഥാർത്ഥ്യം, ചരിത്രത്തെ ചരിത്രമായിട്ട് പഠിക്കണം.
ഇതിനകത്ത് പക്ഷെ അത് എന്നെ കൊണ്ടുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ പറ്റും. കാരണം നമ്മളിതൊരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് ഇതിന്റെ അകത്ത്. ലൈക്ക് അറ്റ് ദ സെയിം ടൈം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. കാരണം ഇതിനകത്തൊരു ഇതൊരു വൈകാരിക പലരുടെയും സി അതൊരു 100 കണക്ക് എത്ര ഇന്ത്യയിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട്, അത്ര ആ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം വഹിക്കുന്ന കേരളത്തിലെ ഒരു വളരെ പുരാതനമായ ഒരു സഭയില് അവരുടെ പിതാക്കന്മാരെ അന്തി ഉറങ്ങുന്ന മണ്ണിൽ കയറാൻ പറ്റില്ല, അവരെ ആരാധ്യ സ്ഥലത്ത് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ കല്യാണം നടന്ന സ്ഥലത്ത് എന്റെ പിള്ളേർക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നം. ഇപ്പൊ ഞങ്ങളുടെ മഴൂന്നൂർ പള്ളി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ പ്രക്ഷുബ്ധമായൊരു സാഹചര്യമാണ്. ഞാനിതിനെ കാണുന്നത് വിശ്വാസപരമായിട്ടല്ല കേട്ടോ, ഇതിനെ വിശ്വാസപരമായിട്ടല്ല കാണുന്നത്, ഇതിനൊരു സാമൂഹിക പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അവിടെ ഈ എസ്പെഷ്യലി ഈ ശവം അടക്കുന്നതിനെ സംബന്ധിച്ച് ശവക്കോട്ടയിൽ കയറാൻ പറ്റില്ല. ഇപ്പൊ പുതിയ വിധി അനുസരിച്ച് 20 പേർക്കേ ശവക്കോട്ടയിൽ കയറാൻ പറ്റുള്ളൂ. ഇതൊക്കെ ലൈക്ക് ഒരു ചർച്ച് ആക്ട് ഈ ചർച്ച് ആക്ടിനോട് പേഴ്സണലി ഞാൻ എതിരാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ, കാരണം അതിന്റെ വേറെ ചില കാരണം ഞങ്ങൾ അറിയാലോ, ഇപ്പൊ സഭേനെ ഒന്നും അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട സാധനമായിട്ട് കണക്കൂട്ടുന്നില്ല. എന്നാൽ പോലും ഇതുപോലുള്ള ഇൻജസ്റ്റിസസിന് ഈ ജസ്റ്റിസ് നടന്നാൽ മാത്രം പോരാ, അതേഴ്സ് ഷുഡ് ഓൾസോ ഫീൽ ദാറ്റ് ജസ്റ്റിസ് ഇസ് ബീൻ ഡെലിവേർഡ്. അപ്പൊ അത് ജസ്റ്റിസ് ആണെന്ന് പറയുന്നത് നടത്തിയിട്ട് കാര്യമില്ല, അത് ജസ്റ്റിസ് ആണെന്ന് നാട്ടുകാർക്കും തോന്നണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഇത് രണ്ടു കൂട്ടരും അഗ്രീവ്ഡ് ആണ്. ഏതായാലും ഈ സുറിയാനി സഭ പക്ഷത്തിലോട്ട് താങ്കൾ വന്നു എന്ന് ആണിപ്പോ ഒരു വാദം. അത് എനിക്കറിയില്ല, രണ്ടു കൂട്ടരെയും മാറി മാറി തൂക്കിയിട്ട് തല്ലിയ ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്. കാരണം എസ്പെഷ്യലി എന്താണ് സിംഹാസനം കാശ് കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെ ഉള്ള വളരെ എനിക്ക് തോന്നുന്ന പെന്തക്കോസിൽ നിന്ന് വന്ന ആ സമയത്ത് പറഞ്ഞ ആ പ്രസ്താവനയൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഒക്കെയുള്ള വിശദീകരണങ്ങൾ എനിക്കറിയില്ല. അതെങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു സാധനമാണ്. നമുക്ക് ആ വീഡിയോ അടുത്ത സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇതിപ്പോ ആൾക്കാരുടെ ക്ഷമ നമ്മൾ പരീക്ഷിക്കരുതല്ലോ. ഇപ്പൊ ഇത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ പറങ്കികൾ വന്ന സമയത്ത് പറങ്കികളുടെ കൈകളിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിച്ച്, ഒരു പ്രാപ്പിടിയന്റെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്നവരെ രക്ഷിച്ചത് പത്രോസ് തൃതീയ പാത്രിക്കീസാണ്. ഇപ്പൊ പറങ്കികളുടെ നിന്നല്ല, ആംഗ്ലിക്കന്മാരുടെ. അതിന് പറങ്കികളുടെ നിന്ന് സഭയെ രക്ഷിച്ചത് അബ്ദുൽ ജലീൽ ബാവയാണ്. അപ്പൊ പറങ്കികളുടെ നിന്ന് രക്ഷിച്ച് ഇവിടെ ഉണ്ടാക്കി വിശുദ്ധീകരിച്ച സഭ യാക്കോബായ സഭയായിരുന്നു. ആംഗ്ലിക്കന്മാരിൽ നിന്ന് വിടുവിച്ച് ഇവിടെ സ്ഥാപിച്ച സഭയും യാക്കോബായ സഭയാണ്. അന്ന് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ സഭയിൽ നിന്നുണ്ടായ വിഘടിത വിഭാഗമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം. ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതിന് പകരം ഇവർ പൂർവികമായി 2000 വർഷമായി മാർത്തോമൻ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് യോഗം നടത്തുമ്പം ഇത് ചരിത്രത്തെ കോട്ടുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മൾ പ്രതികരിച്ചു. എത്ര ലക്ഷം പേര് വന്നു പാസ്റ്റർ അഭിപ്രായത്തിൽ ആ യോഗത്തിൽ? പരമാവധി ഒരു 7000 പേര് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ, ലക്ഷമൊന്നുമില്ല. അത് ഞാൻ ഇതിനെപ്പറ്റിയല്ല, ഇതിനും അന്ത്യോക്യയുടെ ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ആകപ്പാട് 2% സി ഞാനൊരു എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പറയണം, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ പറയാണ്, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു നോക്കി ഒരു ആവറേജ് ഒരു ക്രിക്കറ്റ് കളിക്ക് ഇന്ന് ഇന്ത്യയിൽ 1,50,000 പേര് വരും. 1,50,000 എത്ര ഉള്ളൂ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ. നിങ്ങളുടെ എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളെ ആളുടെ എണ്ണം കൊണ്ട് കാണിക്കാനാണെങ്കിൽ ലൈക്ക് പത്തറ്റിക്, അത്രയെങ്കിലും ഞാൻ പറയണല്ലോ. ആളില്ലായിരുന്നു പറഞ്ഞാൽ മഹാനാണക്കേടായിരുന്നു. അല്ല, അത് യാക്കോബക്കാർ മനസ്സിലാക്കണം. ഇതേ കാര്യം യാക്കോബക്കാർ യാക്കോബക്കാർ എണ്ണ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവര് പറഞ്ഞിട്ട് അല്ല, അത് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതിനു മുമ്പ് ഞാനും കേട്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പാത്രക്കീസ് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടോ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. കാര്യം എണ്ണം പറയുന്നതിനകത്ത് ഒരു കാരണം എന്താന്ന് വെച്ചാൽ അത് ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത്ര ആളുകളെ ഉള്ളെന്ന്. പിന്നെ ആളുകളെ പറ്റി, ഈ ആൾക്കൂട്ടത്തെ പറ്റി പത്രക്കാരൊക്കെ എഴുതി ശബരിമല 4 കോടി ഭക്തന്മാർ ദർശനം നടത്തിയത് മനോരമ എല്ലാ പത്രത്തിലും വരും. ഇമ്പോസിബിൾ ആണ്. 4 കോടി ആളുകൾ ശബരിമല വന്ന് ദർശനം നടത്തിപ്പോയാൽ കേരളം പിന്നെ മിച്ചം കാണത്തില്ല, നശിച്ച് നാരായണകല്ല് പിടിച്ചു. അത്രയും ആളുകൾ പോവാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ 3 കോടി ആളുകളേ ഉള്ളൂ, 1.5 കോടി. അല്ല, 1.5 കോടി പെണ്ണുങ്ങൾ, അവരെ ശബരിമല പോകാൻ പറ്റത്തില്ല. പിന്നെ പോയിട്ട് 1.5 കോടി ഉള്ളതില് 50 ലക്ഷം മുസ്ലിം പെണ്ണുങ്ങൾ, അല്ല മുസ്ലിം ആണുങ്ങളാ. അവര് ശബരിമല പോകത്തില്ല. അവരവിടെ ഇരുന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊന്നും ശബരിമല പോകത്തില്ല. പിന്നെ കുറച്ച് ക്രിസ്ത്യാനികൾ ശബരിമല പോവെങ്കിലും ഹിന്ദു പുരുഷന്മാരിൽ ആരോഗ്യമുള്ളവർ മാത്രമല്ലേ ഈ ശബരിമല പോകുന്നത്. പിന്നെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വന്ന എന്തുമാത്രം വരും. പക്ഷെ പത്രക്കാരുടെ തള്ളിന് ഒരു മടുപ്പുമില്ല. 4 കോടി ഭക്തന്മാർ ശബരിമല കയറി, എഴുതി വിടുക, അതുപോലെയുള്ളൂ. ഒരു 7000 പേരുണ്ടായിരുന്നു.
എനിവേ ഏതായാലും നമുക്ക് ഈ മർത്തോമൻ ചരിത്രവും അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന്, കാരണം ഇതിനകത്ത് വളരെ രസകരമായ കുറെ ആർഗ്യുമെന്റ് ഒക്കെ വന്നു. മർത്തോമൻ ചരിത്രം, അതിന്റെ ചരിത്രപരത. ഇവിടെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ മാത്രമേ നമ്മുടെ കേരള ക്രൈസ്തവ ലോകത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ലെവലുള്ള പണ്ഡിതന്മാരില്ലാത്തതുകൊണ്ട് ഇപ്പൊ ചർച്ചകൾക്കൊന്നും ഇല്ല എന്നാണ് കേട്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവൻ ഫിലിപ്പിനെ ഇറക്കിയത്. ജീവൻ ഫിലിപ്പ് ലാസ്റ്റ് വന്ന് പറഞ്ഞിട്ട് പോയത് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവാൻ ഒരു ശല്യമില്ല, തടസ്സമില്ല, മർത്തോമാസ്ലിഹ വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ താങ്കൾ അത് എതിർക്കുന്ന ഒരാളാണ്. എതിർക്കുന്ന ആളുകളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് താങ്കളുമായിട്ട് വളരെ 2-3 വർഷമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. ഏതായാലും മാർത്തോമാസ്ലിഹ ഇവിടെ വന്നു എന്ന് പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് ഉം. പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, കറക്റ്റാണ്. ഒന്നും തന്നെ പ്രൂവ് ചെയ്യാനില്ല. കാരണം നമ്മൾ ഇന്നത്തെ ചരിത്രം ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പറയുന്ന 1665 ഇന്നത്തെ ഉപദേശവും ഇന്നത്തെ ആരാധനാക്രമവും ഇന്നത്തെ രൂപത്തിലുള്ള ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വന്നത് എന്നാണ് പറയുന്നത്. പിന്നെ മർത്തോമാസ്ലിഹയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല. അതിനു മുമ്പ് എന്തായിരുന്നു നമുക്കറിയത്തില്ല. ദുരുപദേശക്കാരും പാഷണ്ടികളും ഒക്കെ ആയിരുന്നെന്നാ പറയുന്നത്, മന്ത്രവാദികളും. ശരിയാണ്, കൊടും മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന. അല്ല, ഉദയംപേരൂർ സുന്നതോസ് അതാണല്ലോ പറയുന്നത്. ഉദയംപേരൂർ സുന്നതോസ് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച കേരളത്തിൽ എനിക്ക് വേണേൽ നമ്മളെ ഈ അതിനു മുമ്പേ നിങ്ങൾ വാവിഷ്ഠാണക്കാരും തീർന്നടപ്പുകാരും മദ്യപാനികളും നമ്മുടെ പൗലോസ് പറഞ്ഞ മാതിരിയുള്ള ഉദയംപേരൂർ സുന്നതോസ് വായിച്ചു കഴിഞ്ഞാൽ കേരളം ആഫ്രിക്കയിലായിരുന്നു തോന്നുന്നു. അതെ ആ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെ രസമാണ്. നമുക്ക് ഷിബു പിടിക്കലിനോട് എനിക്കുള്ള നമ്മൾ വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ഈ യുകിപ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട് UK-ല്. അപ്പൊ യുകിപിന്റെ ഒരു നേതാവ് പുള്ളിനെ പറ്റി നമ്മുടെ ഡേവിഡ് കാമറൂൺ, ഞാനപ്പോ യൂറോപ്പിലായിരുന്ന സമയത്ത് ഈ യുകിപിന്റെ നേതാവ് പറ്റി ഡേവിഡ് കാമറൂൺ പറഞ്ഞു, ഹീസ് എ പേഴ്സൺ യു ക്യാൻ ടേക്ക് ഹിം ടു ദ പബ്. ഒരു സംസാരത്തിന് കൊള്ളാം എന്ന് പറയുന്നത്. അപ്പൊ ഈ യുകിപിന്റെ ഈ ആള് സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തെ മാറ്റിയ ഒരാളാണ്. പക്ഷെ ലൈക്ക് ഈസ് വെരി പ്രൊവോക്കേറ്റീവ്. അങ്ങനെയുള്ള ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഷിബു പിടിക്കൽ. ഞാൻ ലൈക്ക് നമ്മൾ വിരുദ്ധ ധ്രുവങ്ങളിലാണ്, എന്നിരുന്നാൽ പോലും ഇറ്റ്സ് നൈസ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു. താങ്ക് യു ഫോർ കമ്മിങ്. നമുക്ക് ഈ വിഷയങ്ങൾ ദൈവം അനുവദിച്ചാൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഞങ്ങൾ പുറംകാരാണല്ലോ, ഡിവൈൻ വിൽ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ഈ വിഷയങ്ങൾ ഒത്തിരി കോൺട്രവേഴ്സ്യൽ ആയുള്ള സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് അത് പിന്നീട് സംസാരിക്കാമെന്ന് വിചാരിക്കാം. വന്നതിന് നന്ദി, നമസ്കാരം. ഫാസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, നമുക്ക് അതിന് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫാസ്റ്റ്.